മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഭക്തി നിർഭരവും വ്രതനിഷ്ഠവുമായി നേതൃത്വം നൽകിയ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയും പരിശുദ്ധ പിതാവിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച കാതോലിക്ക നിധി ശേഖരത്തിൻ്റെ രൂപം കൊടുത്ത ഭരണഘടനയുടെയും 80ാമത് വാർഷികാഘോഷത്തിന് വേദിയായിരിക്കുന്നത് പരിശുദ്ധ പിതാവിനാൽ തന്നെ സ്ഥാപിതമായ കുറിച്ചി സെയിൻറ്റ് മേരീസ് ആൻഡ് സെയിൻറ്റ് ജോൺസ് ചെറിയ പള്ളിയുടെ അങ്കണമാണ്. ഈ ധന്യമായ ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം അരുളുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വർണ്ണ നാവുകാരനും വൈദികർക്ക് വൈദിക പ്രമുഖനും വൈദികർക്കും അൽമായർക്കും ഒരുപോലെ മഹാഗുരുവുമായ ഈ നാടിന് ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ആദരണീയനായ ബഹുമാന്യനായ റവറൻഡ് ഫാദർ ഡോക്ടർ ടി.ജെ. ജോഷുവ അച്ഛനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. വലിയവനായ ദൈവത്തിന് ആയിരം സ്തോത്രം ആദ്യമേ ഞാൻ അർപ്പിക്കുന്നു. ഈ സമ്മേളനത്തെ ആശീർവദിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് നമുക്ക് പനിനീർ വൃഷ്ടി ചൊരിഞ്ഞു തന്ന ദൈവത്തെ ആദ്യമേ ഞാൻ സ്തുതിക്കുകയാണ്. ഏറ്റവും സന്തോഷവും നിറഞ്ഞതും ഹൃദ്യവുമായ ഒരു കർത്തവ്യമാണ് വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നത്. സമാരാധ്യരായ പിതാക്കന്മാരെ, ആദരണീയരായ വിശിഷ്ട അതിഥികളെ, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാഗ്യ സ്മരണാർഹനായ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഭരണകാലത്ത് ആരംഭം കുറിച്ച ഒന്നാണ് നോമ്പിലെ വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച കാതോലിക്ക ദിനമായി ആചരിക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് സഭാ ദിനമായി ആചരിക്കുന്നു. ഇടവകളിലെല്ലാം തന്നെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, സഭാമക്കൾ സഭയോടുള്ള വിധേയത്വവും വിശ്വസ്തതയും പ്രകടിപ്പിക്കുവാൻ തക്കമുള്ള പരിപാടികൾ, ഇവയെല്ലാം നടത്തുന്ന ദിവസമാണ് ഇന്ന് എന്നുള്ളത്. ആ ഒരു വിധത്തിൽ കാതോലിക്ക ദിനാചരണത്തിൻ്റെ ഒരു സഭ മുഴുവനായി നടത്തുന്നതിൻ്റെ ഒരു പ്രകടനമാണ് ഈ സമ്മേളനം എന്നാദ്യമേ ഞാൻ സൂചിപ്പിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് ഈ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ ദർശനവും അതുപോലെ തന്നെ പുതിയ കാഴ്ചയും ഒക്കെ നൽകിയ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ചരമവാർഷികത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 1874 ജനിച്ച് 1964 90ാം വയസ്സിൽ ദിവംഗതനായ തിരുമേനിയുടെ ചരമവാർഷികം അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടുപോയിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ആ ചരമവാർഷികം ആചരിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത്. ഒരു ചോദ്യം ഉയരാം, അങ്ങനെയെങ്കിൽ സഭയുടെ ആസ്ഥാനമാകുന്ന കോട്ടയത്ത് വെച്ചല്ലേ നടത്തേണ്ടത് എന്ന്. അല്ല, ഇത് കുറിച്ചിയിൽ വെച്ച് തന്നെയാണ് നടത്തേണ്ടത് എന്ന് മറുപടി. കാരണം അദ്ദേഹത്തിന് ജന്മം നൽകിയ സ്ഥലമാണ്, ഗീവർഗീസ് ദ്വിതീയൻ ബാബയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് കുറിച്ചി. അദ്ദേഹം അറിയപ്പെടുന്നതിനെ കുറിച്ചി ബാബ എന്നാണ്. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ ഒരു പ്രത്യേക ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ഈ ദൈവാലയം പണിയുവാൻ കുറിച്ചി ചെറിയ പള്ളി സെൻറ്റ് ജോൺസ് ആൻഡ് സെൻറ്റ് മേരീസ് സെൻറ്റ് ജോൺസ് ഈ പള്ളി അത് പണിയുവാൻ തക്കവണ്ണം മുൻകൈ എടുത്ത് അദ്ദേഹം നിർമ്മിച്ച ദൈവാലയമാണിത്. അതുകൊണ്ട് ഈ ദൈവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചരമ സുവർണ ജൂബിലി ആഘോഷിക്കുക എന്നുള്ളത് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒന്നാണ്. ആ ഒരു വിധത്തിൽ ഈ പള്ളിയിൽ വെച്ച് നാം ഈ അവസരത്തിൽ ഇത് നടത്തുകയാണ്. സമാനതയില്ലാത്ത ഒരു ജീവിതവും വ്യക്തിത്വവുമായിരുന്നു പരിശുദ്ധ ബാബ തിരുമേനിയുടേത്. 17 വർഷക്കാലം ഭദ്രാസന മെത്രാപ്പോലീത്ത, ദീർഘമായ 35 വർഷക്കാലം
കാതോലിക്ക ബാവ ആയിട്ട് 11 മെത്രാന്മാരെയും 100 കണക്കിന് വൈദികരെയും പട്ടം കൊടുത്തിട്ടുള്ള ഒരു വലിയ സ്ഥാനി. എന്നാൽ ഇന്ന് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാനിവിടെ പരാമർശിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ യാതൊരു ആഘോഷങ്ങളും നടത്തുവാൻ അദ്ദേഹം അവസരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭരണകാലത്ത് സിൽവർ ജൂബിലി, സുവർണ ജൂബിലി, അശീതി, അതുപോലെ തന്നെ അഭിഷേകം, ഇങ്ങനെ എന്തെല്ലാം സപ്തതി ആഘോഷങ്ങൾ നടത്തുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ ഒരു ആഘോഷം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നത്. കാരണം അദ്ദേഹം ആഘോഷങ്ങൾക്ക് ഒക്കെയും അതിലൊന്നും താല്പര്യമില്ലാത്ത അനാസക്തനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയുവാനായിട്ടുള്ളത്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി ഇവിടെ പരാമർശിക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനും അധികത്തിൽ പറയുന്നില്ല. എങ്കിലും 2-3 കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നു. ഒന്ന്, ജയ അപജയങ്ങളിൽ അദ്ദേഹം പതറാതെ സമചിത്തത പാലിച്ച ഒരു ധീരനായ ഒരു നേതാവ്, യാഥാസ്ഥികൻ, അതേ സമയത്ത് വിശാല ഹൃദയനായിരുന്ന ഒരു വലിയ ആത്മീയ പിതാവ്, പ്രതിപക്ഷ ബഹുമാനം ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിരുന്ന ഒരു വലിയ ആത്മീയ പിതാവ്. എല്ലാറ്റിലും ഉപരിയായിട്ട് അദ്ദേഹത്തെ പറ്റി പറയാമാവുന്നത് ചിന്തയിലും പ്രവൃത്തിയിലും കർമാനുഷ്ഠാനങ്ങളിലും വിശുദ്ധിയുടെ വിമല കിരണങ്ങൾ അങ്ങനെ പ്രസരിപ്പിച്ചിരുന്ന ഒരു വ്യക്തി. ഇതെല്ലാമായിരുന്നു ആ പിതാവ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഏറെ പറയുവാനുണ്ട്. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ ആ പിതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാകുന്നു എന്നും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആ പുണ്യപിതാവിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ആ തലമുറ പിൻഗാമിയായി ഇന്ന് മലങ്കര സഭയുടെ സാരഥ്യം വഹിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഇന്ന് രാവിലെ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഇവിടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഈ സമ്മേളനത്തിൽ കൃത്യസമയത്ത് വന്നെത്തി ഈ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം നൽകുകയും വിജയകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം വേണ്ടിയിരിക്കുന്ന എല്ലാം പിന്തുണയും പ്രോത്സാഹനവും നൽകി ഇതിനെ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള, ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുള്ള വന്യപിതാവ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി മറ്റാരേക്കാൾ ഏറ്റവും അനുയോജ്യനായ വ്യക്തി, അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിൻ്റെ മുഴുവൻ ഇവിടെ വന്നിരിക്കുന്ന ഏവരുടെയും ആ പേരിൽ ആദരപൂർവമായിട്ടുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അത്യുന്നത കർദിനാൾ ജോർജ് ആലഞ്ചേരി തിരുമേനിയാണ്. അദ്ദേഹം കുറിച്ചിക്കാരുടെ അയൽക്കാരനാണ്. ഈ കുറിച്ചിയോട് ചേർന്നുള്ള തുരുത്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതുകൊണ്ട് അദ്ദേഹം ഈ സമ്മേളനത്തിൽ ആ വിധത്തിലും നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി സ്ഥാനമേറ്റതിന് ശേഷം കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്ന വലിയ ഒരു മാറ്റം എല്ലാവരും ഒന്നുപോലെ താല്പര്യത്തോടെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അതിൻ്റെ പ്രതിസ്പന്ദനം ഈ ഭാരതത്തിലെ സഭയിലും കൈവരുത്തുവാൻ തക്കവണ്ണം നേതൃത്വം നൽകുന്ന ഒരു വന്യപിതാവാണ് ആലഞ്ചേരി തിരുമേനി. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളിൽ കൂടി അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ആ പിതാവ് ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്നത് തികച്ചും അനുഗ്രഹപ്രദമായ ഒന്നാണ്. വന്യപിതാവിനെ ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ വളരെ ഭക്തി ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് പ്രസംഗിക്കുന്നവരിൽ നമുക്ക് ഏറ്റവും വിശിഷ്ട അതിഥിയായിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഫറൽ മെത്രാപ്പോലിത്ത എന്ന് ഞാൻ വിശേഷിപ്പിക്കും. അദ്ദേഹം വൈദികനായി കോട്ടയത്തുള്ള സമീപത്തുള്ള പല ഇടവുകളിലും സേവനം അനുഷ്ഠിച്ച സമയം മുതൽ
ഈ ഓർത്തഡോക്സ് സഭയിലെ വൈദികരുമായും ജനങ്ങളുമായും അടുത്ത സമ്പർക്കം പുലർത്തുകയും അതുപോലെ ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ, മദ്യവർജനത്തിൽ, ഇതുപോലെയുള്ള സാമൂഹ്യ വിഷയങ്ങളിലൊക്കെയും അതീവ താല്പര്യവും അതുപോലെ തന്നെ സുധീരമായ നേതൃത്വവും നൽകിക്കൊണ്ട് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പിതാവാണ്. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിരണം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി ഏലിയാവിൻ്റെ പുതപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഏലീശ പ്രവർത്തിച്ചതുപോലെ തന്നെ അഭിമന്യനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയിൽ നിന്ന് ആ പിൻഗാമിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഭദ്രാസനത്തിൻ്റെ തന്നെ ചുമതല, മിഷൻ ബോർഡിൻ്റെ ഉത്തരവാദിത്വം, ഇങ്ങനെ പലതും എൻ്റെ മുൻഗാമിയുടെ ചുവടുകളെ പിൻപറ്റിക്കൊണ്ട് വളരെ വിജയകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവപ്രസരിപ്പുള്ള ആ വന്യ തിരുമേനിയെയും ഞാൻ ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഏറ്റിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഈ സഭയുടെ അരുമസന്താനം, ഈ സഭയുടെ അനുഷ്ഠാനങ്ങളിൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന വ്യക്തി, ഒരു ഞായറാഴ്ച പോലും ആരാധനയിൽ മുടങ്ങാതെ സംബന്ധിക്കുന്ന ഒരു വ്യക്തി, നോമ്പും പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തിൽ പ്രമാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തുവാൻ ഏറ്റിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് തൻ്റെ അസൗകര്യം അറിയിച്ചിട്ട് പോവുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എത്തിച്ചേരേണ്ട കർത്തവ്യമുള്ളതിനാൽ അദ്ദേഹം പോവുകയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഇവിടെ വന്ന് ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം സൗമനസ്യം കാണിച്ചതിൽ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ തന്നെയും സ്വാഗതം ഞാൻ നേരുകയാണ്. ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്, സമയത്ത് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 വർഷം മുമ്പ് കോട്ടയത്തു നിന്ന് പോയി ഒരാൾ തിരിച്ചിപ്പോൾ കോട്ടയത്ത് എത്തിയിരുന്നു എങ്കിൽ സ്ഥലകാലഭ്രമം വരത്തക്ക വിധത്തിലുള്ള മാറ്റം കോട്ടയത്തിന് വരുത്തിയ ഒരു കോട്ടയത്തിൻ്റെ MLA ആണ്. അത്രമാത്രം മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ തൻ്റെ ആ ഭരണ സാന്നിധ്യത്തിൽ കർമ്മശേഷി, അതുപോലെ തന്നെ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള തൻ്റെ കാര്യക്ഷമത, ഇതൊക്കെയും വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു, വന്ന് സംബന്ധിക്കുന്നു, പ്രോത്സാഹനം നൽകുന്നു. ആ സാന്നിധ്യത്തിൽ വന്ന് ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ അദ്ദേഹത്തെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കോനാട്ടച്ഛനാണ് നമുക്ക് ജോൺസ് എബ്രഹാം കോനാട്ടച്ഛൻ. നമുക്ക് ചില കുടുംബങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് മറക്കാനാവാത്ത കുടുംബങ്ങളുണ്ട്. ആ തരത്തിലുള്ള ഒരു കുടുംബമാണ് കോനാട്ട് കുടുംബം. കാരണം പല കാരണങ്ങൾ കൊണ്ട് മലങ്കര സഭയ്ക്ക് വളരെ അധികമായ അഭിമാനാർഹമായിരിക്കുന്ന അവിസ്മരണീയമായിരിക്കുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവർ. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വടക്കൻ പ്രദേശത്തെ ഉരുക്കുകോട്ടയെന്ന് ഞാൻ വിശേഷിപ്പിക്കും. ധീരമായി നേതൃത്വം നൽകിക്കൊണ്ട് വൈദിക സെമിനാരിയിലെ അധ്യാപനത്തോടൊപ്പം സഭയിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന അദ്ദേഹം ഇവിടെയും കൃത്യസമയത്തെത്തി. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് പലർക്കും അറിയാൻ പാടില്ല. അദ്ദേഹം ഒരു വൈദിക പുത്രനാകുന്നു എന്നുള്ളത് കോട്ടയം ഭദ്രാസനത്തിൽ തന്നെ, കോട്ടയത്ത് തന്നെ ഒരു പള്ളിയിൽ ആദ്യം ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വൈദികനായിരുന്നു അദ്ദേഹം. കാരാപ്പുഴ ചാപ്പലിൽ അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വൈദികനായിരുന്നു. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇന്ന് നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് അതിന് ചുക്കാൻ പിടിക്കുവാൻ തക്കവണ്ണം ദർശനത്തോടെ പ്രത്യേകമായിരിക്കുന്ന ചുറുചുറുക്കോടെ ഈ സഭയ്ക്ക് ഒരു മുഖഛായ മാറ്റുവാൻ തക്കവണ്ണം
പ്രവർത്തനങ്ങളിലൊക്കെയും സജീവമായി നേതൃത്വം വഹിക്കുന്ന ശ്രീമാൻ ജോർജ് ജോസഫിനെയും ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റ് പ്രസംഗകരായി വന്നെത്തുവാൻ പ്രതീക്ഷിച്ച ഒരാളാണ് ശ്രീമാൻ മുത്തൂറ്റ് ജോർജ്. അദ്ദേഹത്തിന് അസൗകര്യം കൊണ്ട് വന്നെത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെയും വൈദിക അൽമായ ട്രസ്റ്റി എന്ന നിലയിലും സ്ഥാനന്യായേന ഈ സമ്മേളനത്തിൽ എടുക്കേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്രയധികം വൈദികരുടെ ഒരു നിര ഇത് ഇന്നിവിടെ എത്തുവാൻ ഇടയായിത്തീർന്നിട്ടുള്ളത് പള്ളികളിലെ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഓടിയെത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് വന്നെത്തുവാൻ തക്കവണ്ണം സൗമനസ്യം കാണിച്ച വന്യ വൈദികർ, വൈദികർ ഇവരെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തിയിട്ടുള്ള വിശ്വാസികളുടെ സമൂഹമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും ഈ വലിയ സമ്മേളനത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പൂർവപിതാക്കന്മാരുടെ ധന്യമായ പാത പിന്തുടർന്നുകൊണ്ട് ലക്ഷ്യം സത്യവും മാർഗം പ്രാർത്ഥനയും ശൈലി സ്നേഹവുമായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ധന്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി ഭക്തി ആദരപൂർവം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം സന്നിഹിതനായിരിക്കുന്ന സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ വന്യനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരുമേനി, CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരിക്കുന്ന അഭിവന്ദനായ തോമസ് കെ ഉമ്മൻ തിരുമേനി, സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ TJ ജോഷു അച്ഛൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യപ്രഭാഷണം നടത്താൻ തക്കവണ്ണം ഏറ്റിരുന്നതും എന്നാൽ അദ്ദേഹം നേരത്തെ വന്ന് ആശംസ അറിയിക്കുകയും ചെയ്ത മലങ്കര സഭയുടെ ഓമനപുത്രനും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുമായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി, നിരണം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഇന്ന് പ്രത്യേക അനുമോദനം നൽകുന്ന കുമാരി ജൂലിയ, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, എന്തുകൊണ്ടും അതിമനോഹരമായൊരു മുഹൂർത്തമാണിത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന, സജീവമായി നിൽക്കുന്ന ഒരു പിതാവാണ് കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി. ആ പിതാവിൻ്റെ 50ാമത്തെ ചരമ ജൂബിലി സമ്മേളനം, അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ കാതോലിക്കേറ്റിൻ്റെ ആ സുദിനവും ഇന്ന് നമ്മളിവിടെ ആചരിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ ബാല്യകാലം ചെലവഴിച്ച ഈ കുറിച്ചി ഗ്രാമം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ പിതാവിനെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം തലമുറകൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലുള്ള ഉന്നതമായ ഒരു വ്യക്തിത്വം ആ പിതാവിൽ പൂർവികന്മാരും കേട്ടറിഞ്ഞ് ഇന്നത്തെ തലമുറയും അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പരിശുദ്ധ ഗീവർഗീസ് ദിയം ബാവ തിരുമേനിയെ സംബന്ധിച്ച് എത്ര മണിക്കൂറുകൾ വേണമെങ്കിൽ പറയുവാനും, പ്രത്യേകിച്ച് ജോഷുവാച്ചനെ പോലെയുള്ള ഒരാൾക്ക് ഏറെ അനുഭവങ്ങൾ ഉണ്ട്. അതുപോലെ സംസാരിക്കാൻ തക്കവണ്ണം
ആഗ്രഹവും നമുക്കൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ വളരെ ദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം പ്രതീക്ഷിക്കുകയില്ലെന്ന് ഞാൻ കരുതട്ടെ. ഒന്ന് രണ്ട് ചിന്തകൾ, ആ പിതാവിനെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട്, ആ പരിശുദ്ധ പിതാവ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ശിഷ്യഗണത്തിൽ പെട്ട ഒരാളാണ്. പരിശുദ്ധ പരിമല തിരുമേനി ആ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചു ചേർത്ത് രൂപപ്പെടുത്തി പാകപ്പെടുത്തി മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തത്തക്കവണ്ണമുള്ള വിധത്തിൽ വ്രതശുദ്ധിയോടെ പ്രാർത്ഥനയിലും അതുപോലെ മറ്റെല്ലാ ആധ്യാത്മികമായ സിദ്ധികളും വേണ്ടതുപോലെ വിളക്കിയെടുത്ത് ചേർത്ത ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി. അദ്ദേഹം 1912 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1964 വരെ നേരത്തെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ 17 വർഷക്കാലം മെത്രാപ്പോലീത്ത എന്ന നിലയിലും പിന്നീട് കാതോലിക്ക എന്ന സ്ഥാനത്തും അദ്ദേഹം മലങ്കര സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. ഒരുപാട് ശോഭയുള്ള സ്മരണകൾ ആ പിതാവിനെക്കുറിച്ച് വായിച്ചും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു വലിയ സദസ്സാണിത് എന്ന് നല്ലതുപോലെ അറിയാം. സഭയുടെ വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്തും ആ വ്യവഹാരങ്ങൾക്കൊരു അന്ത്യം കുറിച്ച് ഒരു പ്രത്യേക സന്ദർഭം ഉണ്ടായപ്പോൾ വളരെ സമചിത്തതയോടെ എല്ലാവരെയും സ്വീകരിച്ച് സന്തോഷത്തോടെ ഉൾക്കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായ വിധത്തിലുള്ള ഒരു നേതൃത്വ ശൈലി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനങ്ങൾക്ക് മാത്രമല്ല, ആ പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് ആര് കടന്നു വന്നാലും അവർക്കൊക്കെ ശീതളച്ഛായ അനുഭവപ്പെടുന്ന വിധത്തിലുള്ള ഒരു ആധ്യാത്മികമായ പ്രകാശവലയം തന്നെ തൻ്റെ അടുത്ത് വരുന്നവർക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് അനുഭവസ്ഥര് ധാരാളം ഇന്നും പറയുന്ന വസ്തുതയാണ്. ആധ്യാത്മികമായ ജീവിതത്തിൽ മുന്നേറുമ്പോൾ നിഷ്ഠകളിലൂടെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ സാധാരണ മനുഷ്യരിലുണ്ടാകും. ലോകത്ത് ധാരാളം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് എല്ലാം വളരെ പ്രതിസന്ധിയിലാണെന്ന് ലോകം വിലപിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്, 21-ാം നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ തന്നെയാണ് പരിശുദ്ധ ഇപ്പോഴത്തെ മാർപ്പാപ്പ പിതാവിൻ്റെ സാന്നിധ്യം അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന അതിജീവിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വഭാവം അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ മുൻപാകെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കർദിനാൾ ആലഞ്ചേരി പിതാവ് പ്രസിദ്ധീകരിച്ച പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ സ്വയം ജീവിതം പറയുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഉത്സാഹവും പ്രസരിപ്പും നൽകത്തക്കവണ്ണമുള്ള ഒരു പ്രത്യേക ശൈലി, ഹൃദയസ്പർശിയായ ഒരു ശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുൻപാകെ എല്ലാവരുടെയും ഒരു നേതൃത്വം എന്ന നിലയിൽ നിൽക്കുകയാണ്. ഞാൻ പറയാൻ വന്നത് 1912 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയം ബാവ തിരുമേനിയും ആ കാലഘട്ടത്തിലെ പാശ്ചാത്യ രാജ്യത്തും പൗരസ്ത്യ ദേശങ്ങളിലും എല്ലാവരുടെയും മുൻപിൽ സ്വീകാര്യനും എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രിയങ്കരനുമായിരുന്നൊരു പിതാവായി
അന്ന് എല്ലാവരും ആ വിധത്തിൽ അംഗീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1937 എഡിൻബറോ സമ്മേളനത്തിലെ ആ സമ്മേളനത്തിൻ്റെ പ്രധാന അധ്യക്ഷൻ എന്നുള്ള പദവി പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഒരുമിച്ച് കൂടുന്ന ആ വലിയ സമ്മേളനത്തിലെ ഈ പിതാവിനെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തി അല്ലെങ്കിൽ അവിടെ വിളിച്ച് ആദരിച്ചു എന്നുള്ളതും ഒക്കെ നമ്മൾ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ള വസ്തുതകളാണ്. ആ പിതാവിൻ്റെ സുവർണ ജൂബിലിയാണ് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ ജീവിതം നയിച്ച് സഭയ്ക്കും സമൂഹത്തിനും മാർഗദർശനം നൽകിയ പിതാവ്, ആ പിതാവിൻ്റെ ജീവിത സ്മരണകളിലൂടെ ജീവിത സന്ദേശങ്ങളിലൂടെ നാമും അത് അനുകരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ദൈവികമായ ചൈതന്യവും അതുപോലെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്യത്തക്കവണ്ണമുള്ള ജീവിത വഴികളും നമുക്ക് കണ്ടെത്തുന്നതിന് പ്രയാസം വരികയില്ലെന്നാണ് എൻ്റെ വിചാരം. അതോടൊപ്പം തന്നെയാണ് കാതോലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ദിവസം. അത് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇന്ന് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കാതോലിക്കേറ്റ് പതാക ഉയർത്തുകയുണ്ടായി. ഭാരതത്തിനൊരു പതാകയുണ്ട്. ഭാരതത്തിൻ്റെ പതാക എന്ന് പറയുന്നത് തന്നെ 3 നിറത്തിലുള്ള 3 തുണിക്കഷ്ണങ്ങളാണെന്ന് ഒരുപക്ഷെ അറിവില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാം. പക്ഷെ ആ പതാക വിളിച്ചു പറയുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഭാരതം ഒരു പരമാധികാര രാജ്യമാണ്. ആ പരമാധികാര രാജ്യത്തിന് ഉള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകമാണല്ലോ ഭാരതത്തിൻ്റെ പതാക. അതുപോലെ തന്നെ മലങ്കര സഭയുടെ പതാക എന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വവും ഒക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള സന്ദേശം ഒരിക്കലും നമുക്ക് മറന്നുകൂടാ. ഭാരത ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻതലമുറ എന്ന ആ നിലയിൽ ഇതിനൊക്കെ പ്രസക്തിയുള്ള വസ്തുതകളാണ്. ഈ 2 കാര്യങ്ങളുമാണ് നാം ഇന്ന് ഒരുമിച്ച് അനുസ്മരിക്കുന്നത്. പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയും അതുപോലെ തന്നെ മലങ്കര സഭയുടെ കാതോലിക്ക ദിനാഘോഷം അഥവാ സഭാദിനവും. കൂടാതെ ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന പാസാക്കി എടുത്ത് 80 കൊല്ലം പൂർത്തീകരിക്കുന്ന വർഷമാണിത്. ഇങ്ങനെ പല വിധത്തിലും അടുക്കും ചിട്ടയും കെട്ടുറപ്പും ഒക്കെ ഉള്ള ഈ സഭാദിനം നാം ആചരിക്കുമ്പോൾ നമ്മുടെ വിധേയത്വവും നമ്മുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന ശൈലിയും ലോകത്തിൻ്റെ നന്മ നേരത്തക്കവണ്ണം അല്ലെങ്കിൽ നന്മ ഉണ്ടാകത്തക്കവണ്ണമുള്ള വിധത്തിലായിരിക്കണം. സമൂഹത്തിൻ്റെ മുൻപാകെ ഒരു നല്ല ദർശനം കാഴ്ചവെക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം എന്നാണ് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിക്കുന്നില്ല. പരിശുദ്ധ ഗീവർഗീസ് ദിയംബാവ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഉപക്രമ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. ആത്മീക നേതൃത്വം പദവിയല്ല, സഹനാധിഷ്ഠിത ശുശ്രൂഷയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പിതാവാണ് ഈ ധന്യമായ ചടങ്ങ് അനുഗ്രഹപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നത്. കുറിച്ചി തുരുത്തി പ്രദേശത്തുള്ള ആലഞ്ചേരി കുടുംബാംഗമാണ് പിതാവ്. അജപാലനത്തിന് ഉദാത്ത മാതൃകയായി തക്കല രൂപതയുടെ ബിഷപ്പായിരുന്ന കാലത്ത് പിതാവ് ചെയ്ത എല്ലാ സേവനങ്ങളും ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഇടം പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു. വിജ്ഞാനവും വിശുദ്ധിയും വിനയവും സമന്വയിക്കുന്ന പിതാവ് ക്രൈസ്തവ സ്നേഹത്തിന് ഉത്തമ ഉദാഹരണമാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഭക്തി ആദരപൂർവ്വം കാണുന്നു.
പരിശുദ്ധ കാതോലിക്ക ബാബ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ തിരുമേനി, CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് കെ ഉമ്മൻ തിരുമേനി, നിരണം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യോഹാനന്മാർ ക്രിസോസ്റ്റോമസ് തിരുമേനി മെത്രാപ്പോലീത്ത, ഇന്ന് നമ്മളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത റവർ ഫാദർ ഡോക്ടർ TJ ജോഷുവ, നമ്മുടെ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് ഏബ്രഹാം കോനാട്ടച്ച, മറ്റ് സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, സഹോദരീ സഹോദരന്മാരെ, യുവതീ യുവാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഇന്ന് നാം ആഘോഷിക്കുന്ന ദിനങ്ങളെ എല്ലാം കൂടെ സഭാദിനം എന്ന ഒരു പേരിൽ ഒതുക്കാവുന്നതാണ്. കാരണം കാതോലിക്കാ ദിനവും കാലം ചെയ്തിട്ട് 50 വർഷം തികയുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെ ഓർമ്മയും എല്ലാം സഭയുടെ സംഭവങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സഭയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ അഭിമാനത്തോടെ അനുസ്മരിക്കേണ്ട ഒരു വിഷയം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യവംശത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സഭാ സമൂഹമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് അത് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയും മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും ഒന്നിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ സമൂഹം മുഴുവൻ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ അവബോധത്തിലാണ് കർത്താവ് തൻ്റെ സന്ദേശം അറിയിച്ചതും സാക്ഷ്യം നിർവഹിച്ചതും. അതിനാൽ സഭാ ശുശ്രൂഷകരും സഭാമക്കളും അതേ ദർശനത്തോടു കൂടി തന്നെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ സ്വഭാവമാണ്. കാരണം ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ച ആ സുവിശേഷ സന്ദേശം, സാക്ഷ്യം നമ്മൾ നിർവഹിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെയാണ് നമ്മൾ ദൈവത്തിൽ ഒന്നായി കാണേണ്ടത്. ആ രീതിയിൽ ഈ സഭാദിനം പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ചരമ സുവർണ ജൂബിലിയുടെ ദിനം, കാതോലിക്കാ ദിനം, പിന്നീട് നമ്മൾ സഭാദിനമെന്ന് പുനർനാമം ചെയ്ത ഈ കാതോലിക്കേറ്റ് ദിനം നമ്മളെ ഈ ഒരു ചിന്തയിലേക്ക് ആദ്യമേ കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നത്. ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിലെ ചിന്താഗതികളുടെ അടിസ്ഥാനത്തിൽ നമുക്കെപ്പോഴും ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്കെപ്പോഴും ദൈവത്തിലുള്ള നമ്മുടെ ഏകമായിട്ടുള്ള സ്വഭാവത്തെ ഗ്രഹിക്കുവാനും കഴിയണം. നമ്മുടെ ഗീവർഗീസ് ദ്വിതീയൻ ബാവായ്ക്ക് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലത്ത് സാധിച്ചതും അതുതന്നെയാണ്. ഞാൻ അല്പം ചരിത്രം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അദ്ദേഹം കാതോലിക്കായിട്ട് സ്ഥാനമേറ്റ സമയത്ത് സഭയിൽ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരികിലും തൻ്റെ കാലത്ത് സഭയിൽ ഐക്യം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ഒരു അനുസ്മരണം തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസദായകമാണെന്ന് മാത്രമല്ല രക്ഷാകരവുമാണ്. എവിടെ സമാധാനമുണ്ടോ അവിടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വം പ്രകാശിതമാകുകയാണ്. അത് അദ്ദേഹം സഭയ്ക്ക് സംസ്ഥാപിതമാക്കി എന്ന് ഉള്ള ഒരു ചിന്ത നാം ഇന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സമാധാനം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആകത്തുകയായിട്ട് ലോകത്തിന് അവിടുന്ന് നൽകിയ സമ്മാനമാണ്.
യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ചതായിട്ടാണ്, നൽകിയതായിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ 3 പ്രാവശ്യം സമാധാനം ആശംസിക്കുന്നുണ്ട്. കർത്താവ് 2 ആശംസിച്ചെങ്കിൽ നമുക്ക് 3 ആശംസിക്കാമെന്നുള്ള മട്ടിലാണ് സീറോ മലബാറുകാർ. ഏതായാലും ഈ സമാധാനം ഒരു വലിയ ദാനമായിട്ടാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകളിൽ നാം ഈ സമാധാനം സ്വീകരിച്ച് പരസ്പരം കൈമാറാറുമുണ്ട്. അപ്പോഴങ്ങനെയുള്ള ഒരു സമാധാനത്തിൻ്റെ ദൂതനായിരുന്നു ഈ ഗീവർഗീസ് ദിദിയൻ ബാബ. ഈ ബാബായുടെ പേരും എൻ്റെ പേരും ഒന്നായതിൽ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഗീവർഗീസ് ദിദിയൻ ബാബായുടെ ഈ ചൈതന്യം നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിൽ സൂക്ഷിക്കാം. സഭകളിലായാലും രാജ്യങ്ങളിലായാലും അസ്വസ്ഥതകൾ അനവധി ഉണ്ട്. ഈ അസ്വസ്ഥതകളിലെല്ലാം നമുക്കെന്തോ ഒരു പുതിയ പ്രകാശം നൽകുന്ന ആളായിട്ട് ബാബാ തിരുമേനിയും ഇപ്പോൾ പറഞ്ഞു പാപ്പ ഫ്രാൻസിസിനെ കുറിച്ച്. ഫ്രാൻസിസ് പാപ്പായെ കണ്ടതിന് ശേഷം ദുബായിൽ വന്ന ബാബാ തിരുമേനിയോടുകൂടെ ഞാനും റോമിൽ നിന്ന് മറ്റൊരു വഴിയിൽ ദുബായിലെത്തി. ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്താൽ പോരാ, ഒരേ സീറ്റിൽ അടുത്തടുത്തിരിക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയത്തോടുകൂടെ ബാബാ തിരുമേനിയുടെ സെക്രട്ടറി സ്ഥാനം മാറിയിരുന്ന് എന്നെ ബാബാ തിരുമേനിയുടെ കൂട്ടത്തിൽ ഇരുത്തി. ഞങ്ങൾ 2 പേരും ഒന്നിച്ച് വളരെയേറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴെന്നോട് ബാബാ തിരുമേനി പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ഈ സഭയുടെ മുഴുവൻ പരമാധ്യക്ഷനായിരിക്കുന്ന ഈ ഫ്രാൻസിസ് പാപ്പായ്ക്ക് എങ്ങനെ ഇത്രമാത്രം ജനങ്ങൾക്ക് അഭിഗമ്യനാകാൻ കഴിയുന്നു എന്നുള്ളത് എനിക്കൊരത്ഭുതമാണ്. തൻ്റെ താമസിക്കുന്ന മുറിയിൽ നിന്ന് ഇറങ്ങി യാത്രയാക്കാനായിട്ട് വരെ ബാബാ തിരുമേനിയുടെ കാറിൻ്റെ അവിടെ ഈ പാപ്പ ഇറങ്ങിച്ചെന്നു എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ എന്നോട് പറഞ്ഞു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനാണ് ഈ പാപ്പ. കാരണം പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുക. അടുത്തയിടെ കുടുംബങ്ങളുടെ ഒരു വലിയ സംഗമം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അദ്ദേഹം നടത്തിയ സന്ദർഭത്തിൽ മാതാപിതാക്കൾ കുട്ടികളോടുകൂടിയാണ് വന്നത്. കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു 11 വയസ്സുള്ള ഒരു ബാലൻ ഓടിക്കയറി ഒരു വീട്ടിൽ പ്രവർത്തിക്കുന്നത് പോലെ ചെന്ന് പാപ്പായെ തൊട്ട് ആലിംഗനം ചെയ്തതിന് ശേഷം പാപ്പായുടെ സിംഹാസനത്തിൽ കയറി ഇരുന്നു. പാപ്പ അവനെ നോക്കി ചിരിച്ചു. ആർക്കറിയാം അവൻ ഇനി ഒരു പാപ്പായാവുമോ എന്ന്. ഏതായാലും അവൻ സിംഹാസനം കരസ്ഥമാക്കി. അതും കൗതുകത്തോടെ സന്തോഷത്തോടെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങളെ അഭിവാദനം ചെയ്തുകൊണ്ട് ജീപ്പിൽ പോകുന്ന പാപ്പ തൻ്റെ ഒരു സഹപ്രവർത്തകനായ വൈദികനെ അർജൻറ്റീനയിൽ നിന്ന് വന്നയാളിനെ കണ്ടു. അദ്ദേഹം പിടിച്ച് പാപ്പായോടൊപ്പം അവിടെ നിർത്തിക്കൊണ്ട് ആ ജീപ്പിൽ ആ വൈദികനും ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള ജനങ്ങൾക്ക് ആശംസകൾ കൊടുത്തു. ആ വൈദികൻ പാപ്പായുടെ ചെവിയിൽ പറഞ്ഞു, ഇത് ലോകം മുഴുവൻ കാണുമല്ലോ എന്ന്. കാണുന്നത് നല്ലതാണെന്ന് പാപ്പ പ്രതിവചിക്കുകയും ചെയ്തു. അപ്പോഴിങ്ങനെയുള്ള സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമായിട്ടുള്ള ഒരു ശൈലി ഇത് എവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയത് നാം സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഒരു സന്ദേശമായിട്ടും സാക്ഷ്യമായിട്ടുമാണ്. അവിടുന്ന് വചനമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. വചനം അവതീർണമായപ്പോൾ പ്രഥമത അതിൻ്റെ സ്വഭാവം സന്ദേശമാണ്. അതോടുകൂടി ചേർന്ന ആ സ്വഭാവമാണ് സാക്ഷ്യം. യേശു ക്രിസ്തു സാക്ഷിയാണെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സന്ദേശവും സാക്ഷ്യവുമായിട്ട് ദൈവത്തിൽ നിന്ന് വന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ഈ പാപ്പായ്ക്ക് ഈ ചൈതന്യം ലഭിച്ചത്. 4 നൂറ്റാണ്ട് വരെ ഈ ചൈതന്യം ഈ സഭയിൽ ഉണ്ടായിരുന്നു. സഹോദരീ സഹോദരന്മാരെ, കൈവിട്ടുപോയി വളരെയേറെ. തിരിച്ചു പിടിക്കണം. അപ്പോൾ തിരിച്ചു പിടിക്കണമെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് പറയുന്ന ഒരു പാപ്പായാണ് ഫ്രാൻസിസ് പാപ്പ. കർത്താവായ യേശു ക്രിസ്തു ജനങ്ങൾക്ക് എത്ര അഭിഗമ്യനായിരുന്നു. അവിടുന്ന് പൊതുനിരത്തുകളിലും വീടുകളിലും മലയിലും കടൽ തീരത്തും എല്ലാം ജനങ്ങൾക്ക് അഭിഗമ്യനായിരുന്നു. ദേവാലയത്തിനകത്തും
ദേവാലയത്തിന് പുറത്തും അവിടുന്ന് വചനം കൊടുത്തു. ജനങ്ങൾ അവനെ വിട്ടുപോകാതെ നിന്നിരുന്നു എന്നാണ് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം ജനങ്ങൾ സഭയെ വിട്ടുപോകാതെ സഭാ ശുശ്രൂഷകരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശൈലി ഉണ്ടാകണം. സഭാ ശുശ്രൂഷകർ ജനങ്ങളോടൊപ്പവുമായിരിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക. ഇതുതന്നെയായിരുന്നു 4 നൂറ്റാണ്ടുകളോളം സഭയിലുണ്ടായിരുന്നത്. പിന്നീട് സഭ രാഷ്ട്രീയ ശക്തികളോട്, ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും അധികാരങ്ങളോട് ചേർന്ന് നിന്ന് സഭാഗണത്തെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയ കാലം മുതലാണ് മറ്റൊരു ചിത്രം കടന്നു വന്നത്. അത് പാശ്ചാത്യ സഭയിൽ വളരെയേറെ കടന്നു വന്നു. പൗരസ്ത്യ സഭകളിലും കുറേയൊക്കെ അതിൻ്റെ സ്വാധീനമുണ്ടായി. അതിനാൽ പുതിയൊരു വീക്ഷണമാണ് സഭ കാണിക്കുന്നത്. ഈ ഗീവർഗീസ് ദിദിയൻ ബാബ തൻ്റെ ജീവിതകാലത്ത് ഒരാഘോഷവും തൻ്റെ പേരിൽ നടത്തിയില്ല എന്ന് നമുക്ക് സ്വാഗതം ആശംസിക്കാം. TJ ജോഷുവ അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ളവർക്കൊരു സൂചനയായിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. അപ്പോൾ ഈ വൈദികർ പറയുന്നതിലൊക്കെ പല സൂചനകളും ഉണ്ടാകുമെന്ന് തിരുമേനിമാർ ഓർത്തിരിക്കേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. ഏതായാലും ഇതാണ് വരേണ്ട ഒരു മാറ്റം. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് വൈദികരായാലും വൈദിക മേലധ്യക്ഷന്മാരായാലും അൽമായ നേതാക്കന്മാരായാലും സഭയിൽ എന്താണ് ചെയ്യുക? നമ്മുടേതായ മഹത്വത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിന് സദൃശ്യമായ വില കൊടുക്കുകയാണ്. ഈ അടുത്തിടെ പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എല്ലാ ബുധനാഴ്ചയും ചെല്ലുന്നത് പോലെ ജനങ്ങളെ അഭിവാദനം ചെല്ലാൻ ചെയ്തു. അപ്പോൾ അവരെല്ലാവരും വീവാ ഫ്രാൻസിസ്, വീവാ ഫ്രാൻസിസ് എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജയിക്കട്ടെ, ഫ്രാൻസിസ് ജയിക്കട്ടെ എന്ന്. അപ്പോൾ പാപ്പ പറഞ്ഞു, വീവാ ഫ്രാൻസിസ് എന്നല്ല നിങ്ങൾ പറയേണ്ടത്, വിവാ ജെസു, വിവാ ജെസു എന്ന് പറയാൻ പറഞ്ഞു. ജെസു എന്ന് പറഞ്ഞാൽ ഇറ്റാലിയനിൽ ജീസസ് എന്നാണ്. ഈശോയ്ക്ക് നിങ്ങൾ ജയകാഹളം മുഴക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഉണ്ടാകേണ്ട മനോഭാവം. ഈ ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തു. സ്ഥാനത്യാഗം ചെയ്തതിനെ പലരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അദ്ദേഹം അതിനുള്ള ധൈര്യം കാണിച്ചത് തീർച്ചയായിട്ടും ദൈവകരത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹം യാത്ര പറയുന്നതിന് മുമ്പ് കർദിനാളന്മാരുടെ സംഘത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജീസസ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ചർച്ച്. കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയുടെ ഹൃദയം. ആ ഹൃദയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ത്രസിക്കട്ടെ എന്ന് അദ്ദേഹം കർദിനാളന്മാരായ ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുണ്ടേ എന്ന് വരികിൽ സഭ രക്ഷപ്പെട്ടു എന്ന്. ഈ പുതിയ പാപ്പ വന്ന ഉടനെ പറഞ്ഞു, ദ സെൻറ്റർ ഓഫ് ദ ചർച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ്. സഭയുടെ കേന്ദ്രം മിശിഹായാണ്. മിശിഹായെ വിട്ട് കളിക്കരുത്. മിശിഹ നിങ്ങളോടുകൂടെ ഉണ്ടേ എന്ന് വരികിൽ നാം ആരും ആ സ്ഥാനത്ത് കയറിയിരിക്കുകയില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ഈയിടെ കേരളത്തിലെ ഒരു സഭയിൽ നിന്ന് ഒരു മേലധ്യക്ഷൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഭയാണ് ഞാൻ പറയുന്നത്. ആ സഭയിൽ നിന്ന് സ്വർഗത്തിൽ ചെന്ന സന്ദർഭത്തിൽ പത്രോസ് ശ്ലീഹ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ കടത്തിവിട്ടു. എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യണം, ഇനി വളരെയേറെ പിതാക്കന്മാർ വരാനുണ്ട്, അത് വേറെ ചില സഭകളിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അപ്പോൾ അവരെല്ലാം കയറിപ്പോയി. അത് കഴിഞ്ഞ് കർത്താവായ യേശു അവരെ എല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഈ കേരളത്തിൽ നിന്ന് വന്ന മെത്രാപ്പോലീത്തായെ സ്വീകരിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. മാത്രമല്ല, അദ്ദേഹത്തെ സ്വീകരിച്ചത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചത്രേ, അതെന്താ തിരുമേനി അൽപിതാവേ ഈ പ്രകാരം ഈ മാർപ്പാപ്പ ഇരുന്നുകൊണ്ട് മെത്രാപ്പൊലീത്തായിരുന്നു, മറ്റുള്ളവരെ എല്ലാം എഴുന്നേറ്റ് നിന്നാണല്ലോ. അതെ, ഞാൻ എഴുന്നേറ്റ് നിന്നാൽ ഇനി അദ്ദേഹം ആ സ്ഥാനത്ത് കയറി ഇരിക്കുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ. ഉണ്ടോ, മെത്രാപ്പൊലീത്തമാരുടെ അല്പം വില കുറച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളെല്ലാം കൈയടിക്കുന്നു. നിങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യും. ഏതായാലും നമ്മുടെ ഈ കർത്താവിന് സ്ഥാനം കൊടുക്കാതെയുള്ള പ്രവർത്തനത്തിൽ നാം
വളരെയേറെ സൂക്ഷിക്കണം. അതുകൊണ്ട് ജോഷുവ അച്ഛൻ പറഞ്ഞ വചനം ഞാൻ ഇതുവരെയും പാലിച്ചിട്ടുണ്ട്, ഇനിയും പാലിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. എവിടെ ക്രിസ്തു ഉണ്ടോ അവിടെ അവിടുത്തെ കൃപ നമ്മളെ ഭരണം നടത്തിക്കൊള്ളും. ഇതാണ് ഫ്രാൻസിസ് പാപ്പായുടെ വലിയ ഒരു സന്ദേശം. സാക്ഷ്യമായി വന്ന യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് അദ്ദേഹം ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നു. അത് കുറഞ്ഞുപോയി സഭയിൽ അധികാരവും നിയമവും കൂടുതൽ സ്ഥാനം പിടിച്ചതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം കുറഞ്ഞുപോയി. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ പ്രഭാഷണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഭയിൽ കാലാകാലങ്ങളിൽ നമ്മൾ നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായ സാഹചര്യങ്ങൾക്ക് യോജിച്ച നിയമങ്ങളാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ കാലം മാറിയപ്പോൾ നിയമം കാലഹരണപ്പെട്ടെങ്കിൽ അത് നമ്മൾ റദ്ദ് ചെയ്യണം. മാറിയ സാഹചര്യത്തിന് പുതിയ നിയമമാണ് ആവശ്യമെന്ന് വരികിൽ അത് നമ്മൾ സൃഷ്ടിക്കണം. ഏത് നിയമമാണെങ്കിലും പൗലോസ് പറയുന്നത് പോലെ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കണം നിയമം. സഭാമക്കൾക്ക് സഭയിൽ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവസരമായണം സഭാ നിയമങ്ങളുടെ ഉദ്ദേശ്യം എന്ന് പരിശുദ്ധ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവപിതാവിൻ്റെ ഹിതം. അതുകൊണ്ട് സഭാ ശുശ്രൂഷികളായ നമ്മൾ, മാർപ്പാപ്പ മുതൽ ഈ അൾത്താര ശുശ്രൂഷ വരെ ഉള്ളവർ ചിന്തിക്കണം, നമുക്ക് സഭയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാൻ സാധിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന്. ഇപ്രകാരമുള്ള ഈ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ഓർമ്മ ദിനത്തിൽ, സുവർണ ജൂബിലിയുടെ ദിനത്തിൽ, അതുപോലെ തന്നെ കാതോലിക്ക ദിന ആഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ ഈ ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. കാതോലിക്ക ദിനത്തെ സഭാദിനമാക്കി മാറ്റിയത് ഇപ്പോഴത്തെ ബാബാ തിരുമേനിയാണെങ്കിൽ ബാബാ തിരുമേനിക്ക് അഭിനന്ദനങ്ങൾ. സഭയായിരിക്കട്ടെ നമ്മുടെ ആദ്യ സ്നേഹം, അതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഇന്നത്തെ നമ്മളുടെ സമ്മേളനത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. നമ്മുടെ സഭകളെല്ലാം കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട് കർത്താവിൻ്റെ മഹത്വം പ്രകാശിപ്പിക്കുവാൻ ഇടയാകട്ടെ. ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും സാർവത്രിക സഭ മുഴുവനിലും അപ്രകാരമുള്ള കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവരായിത്തീരാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും കാതോലിക്ക ദിനത്തിൻ്റെയും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാബാ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയുടെയും എല്ലാവിധ ഓർമ്മകളും എൻ്റെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപ നമ്മെ ഭരണം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ഗാനം ആലപിക്കുന്നതിനായി ഈ ഇടവകയുടെ വികാരി റവറൻ ഫാദർ കുര്യൻ തോമസ് അച്ഛൻ്റെ പ്രിയപുത്രി നിമ്മി കുര്യനെ ക്ഷണിക്കുന്നു.
ചേർന്നാൾ ഒരു നാളിൽ ഉയർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സാന്നിധ്യം കൊണ്ട് സംക്രമിപ്പിക്കുന്നവരാണ് മഹാഗുരുക്കന്മാർ. മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ സാന്നിധ്യം നമ്മെ കൂടുതൽ വിനയാന്വിതരാക്കുന്നു. അവിടുത്തെ വചസ്സുകൾ ഞങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നു. അഭിവന്ദ്യ പിതാവിന് മറ്റൊരു സ്ഥലത്ത് ചെന്നെത്തേണ്ടതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിനോട് വിട പറയുന്നു. ലളിതമായ ജീവിതം കൊണ്ടും അഗാധമായ അറിവ് കൊണ്ടും നേതൃത്വ പാടവം കൊണ്ടും ശ്രദ്ധേയനായ CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ പ്രഭാഷണത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൗഢമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പരിശുദ്ധ ബെസാലിയൂസ് മാർത്തോമ പൗലോസ് തിദിയൻ കാതോലിക്ക ബാവ തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് കടന്നു പോകുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, ഏറ്റവും പ്രിയപ്പെട്ട മാർക്കസ് ടോമസ് മെത്രാപ്പോലിത്ത തിരുമേനി, വൈദിക സെക്രട്ടറി കോനാട്ടച്ച, വേദിയിൽ സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ പ്രിയപ്പെട്ടവരെ, വൈദിക സഹോദരങ്ങളെ, ആത്മായ പ്രതിനിധികളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. പരിശുദ്ധ ഗീവർഗീസ് തുതിയൻ ബാവ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലിയും കാതോലിക്ക ദിനവും ചരിത്രപരമായിട്ട് ഓർക്കുന്ന, ആഘോഷിക്കുന്ന ഈ ധന്യമായ നിമിഷത്തിലേക്ക്, ഈ മുഹൂർത്തത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകിച്ച് മലങ്കര സഭയോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഇവിടെ പരാമർശിച്ചതുപോലെ ഒരു സഭയുടെ അഭിമാനവും സഭ കാലഘട്ടത്തിൽ അന്വർത്ഥമാകുന്നതും സഭയ്ക്ക് കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഭക്തരായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ശ്രേഷ്ഠന്മാരാലാണ്. ഇവിടെ കാലം ചെയ്ത 50 വർഷം പിന്നിടുന്ന 1964
ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ഒക്കെ പരിശീലനത്തിൽ പാകപ്പെടുത്തിയെടുത്ത ഒരു വലിയ ആചാര്യ ശ്രേഷ്ഠനായിരുന്നു ഈ ബാവ തിരുമേനി. അതുകൊണ്ട് തന്നെയാണ് താൻ ജീവിച്ച കാലഘട്ടത്തിൽ സഭയുടെ എല്ലാ സന്ധികളിലും ദൃഢമായിട്ടുള്ള അജയ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാൻ ഈ പിതാവിന് കഴിഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ആഴമായിട്ടുള്ള ദൈവദർശനവും കറതീറുന്ന ഭക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഡിൻബറോ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഒരു ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷൻ്റെ ഒരു മീറ്റിങ്ങിൽ സാന്നിധ്യം കൊണ്ട് അതിനെ സമ്പുഷ്ടമാക്കാനൊക്കെയുള്ള അവസരം ലഭിച്ചത്. ഈ സമീപകാലത്ത് ശ്രദ്ധിക്കപ്പെടുന്ന അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഭക്തന്മാർ. അതുകൊണ്ട് ഈ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭക്തനായ പിതാവാണ്, ഒരു ഇടയശ്രേഷ്ഠനായിരുന്നു എന്ന് പറയുവാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ജീവിതമാണ് സഭയെ അതിൻ്റെ തനതായിട്ടുള്ള സ്വഭാവത്തിൽ നിർത്താനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് ഈ ധന്യ ജീവിതത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാനകാലത്തിൽ സഭയ്ക്ക് പങ്കാളികളാകുന്ന, സഭയുടെ ശുശ്രൂഷകരാകുന്ന നമ്മെ സംബന്ധിച്ച് വിനയന്യതനാകുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ജന്മം കൊണ്ട് കുറിച്ചി പ്രദേശത്തിനെ ധന്യമാക്കുകയും കർമ്മം കൊണ്ട് മലങ്കരയെ സമ്പുഷ്ടമാക്കുകയും ആത്മീയ ജീവിതം കൊണ്ട് സഭയുടെ ഗാത്രത്തെ യശസ്സപൂർണ്ണമാക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല മാതൃകകൾ, നല്ല ജീവിതചര്യകളാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. സഭയുടെ ഭരണഘടനാ രൂപീകരണമാണെങ്കിലും, സഭയുടെ വിശ്വാസപരമായ പ്രശ്നങ്ങളിലാണെങ്കിലും, സഭയ്ക്ക് അതിൻ്റേതായ അഖണ്ഡതയും അതിൻ്റേതായ ചരിത്ര പാരമ്പര്യവും അതിൻ്റെ പിൻതലമുറക്കാരെ രൂപപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഈ പിതാവിലൂടെ ലഭിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ വിശ്വാസ സമൂഹത്തിന് ഈ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിപ്പാനായിട്ട്, ഈ ധന്യമായ ജീവിതത്തിൽ നിന്ന് ആവേശം പകരുവാനായിട്ട് ഇടയാകണം എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. മറ്റൊന്ന്, കാതോലിക്കാ ദിനം അത് സഭയുടെ ആകമാന സത്തയുടെ പ്രതിസ്ഫുരണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാതോലികമെന്ന് പറയുന്ന സാർവത്രികമായ സഭയുടെ ആ ഒരു വലിയ ദർശനമാണ് ഈ സഭയ്ക്ക് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ കൊടിയും അതിൻ്റെ നിറവും ഒക്കെ ഈ നൽകുന്നത്. അത് ഈ സഭയെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം സഭയ്ക്ക് അതിൻ്റെ ഘടനാപരമായിട്ടുള്ള, അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള, അതിൻ്റെ ലക്ഷ്യപരമായിട്ടുള്ള പ്രയാണത്തിൽ വളരെയധികം കാര്യങ്ങൾ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയും. ഇന്ന് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ആവേശമെന്ന് പറയുന്നത് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആ വലിയ പിതാക്കന്മാരുടെ ജീവിതവും, സഭയ്ക്ക് ഊടും പാവും നൽകി അതിനെ ഒരു അഖണ്ഡമായിട്ട് അതിനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസം കഴിഞ്ഞാൽ മറ്റൊന്ന് അതിൻ്റെ ഭരണഘടനയാണ്. അങ്ങനെ ഈ സഭയെ നിലനിർത്താൻ കഴിയുന്ന ആ വലിയ അവസരങ്ങൾക്കൊക്കെ ഒരുക്കിയ ഈ ധന്യജീവിതത്തിനായിട്ട്, ഈ സമയത്തിനായിട്ട് ഇന്ന് ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ മലങ്കരയുടെ പിതാവിനെയൊക്കെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. നിലയ്ക്കൽ ട്രസ്റ്റിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ അടുത്ത് ഇടപഴകാനൊക്കെ സാധിക്കുമ്പോൾ ഈ കാതോലിക്കാ ദിനത്തിൽ ഈ സഭയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹം കൂടിയാണ് കാതോലിക്കാ ബാവ തിരുമേനി എന്ന് പറയുന്നത് കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ചുരുക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് ഈ ലോകത്തിലുള്ള സഭയാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വെളിപ്പെടൽ സഭയാണ്.
അതുകൊണ്ട് ഈ വ്രതാനുഷ്ഠാന കാലങ്ങളിൽ, ഈ നോമ്പ് കാലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള നമ്മളെ ഭരിക്കേണ്ടതും നമ്മളെ ചലിപ്പിക്കേണ്ടതും നമ്മളെ ഒരുക്കേണ്ടതും ക്രിസ്തു വെളിപ്പെടേണ്ട ജീവിതാനുഭവങ്ങളായി നമ്മുടെ ജീവിതങ്ങളും ജീവിതക്രമങ്ങളുമായി തീരുവാൻ ഇതുപോലുള്ള ഓർമ്മകൾ, ഇതുപോലുള്ള ജൂബിലികൾ, ഇതുപോലുള്ള ദിനങ്ങൾ നമുക്കിടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. തെന്നിന്ത്യ സഭയുടെ പ്രതിനിധി നിലയിൽ തെന്നിന്ത്യ സഭയുമായിട്ട് ഏറ്റവും അടുത്ത് സ്നേഹമുള്ള, സഹവാസമുള്ള, അന്യോന്യം ബന്ധം പുലർത്തുന്ന ഈ മലങ്കര സഭയ്ക്ക് ഈ ദിനത്തിൽ ഈ വലിയ ശ്രേഷ്ഠന്മാരുടെ ഓർമ്മയെ പുതുക്കുമ്പോൾ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ധന്യമായ വാക്കുകൾക്ക് നന്ദി. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് ദിദിയൻ ബാവായെ പോലെയുള്ള ഭക്തിയുടെ നിറകുടങ്ങളായ പിതാക്കന്മാരെ മലങ്കര സഭയ്ക്ക് തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ആരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നാം കടന്നു വന്നിരിക്കുന്നുവോ ആ പിതാവിൻ്റെ അനർഘ മധ്യസ്ഥതയിൽ അഭയം തേടുന്നു. പരിശുദ്ധ ബാവ തിരുമേനി സാഹോദര്യ ബന്ധം, നിലയിൽ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന അഭിമന്യനായ തോമസ് കെ ഉമ്മൻ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേക ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ, റമ്പാച്ചന്മാരെ, സന്നിധരായിരിക്കുന്ന സർവരുമേ, ഇന്നേ ദിവസം ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നെ കൂടി ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ ആലോചിച്ചു. അതിനെനിക്കുള്ള മറുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തയായി അനുഗ്രഹീത ആത്മീക നേതൃത്വം നൽകിയ ഒരു പിതാവാണ്. രണ്ടാമത്, 50കളിൽ മലങ്കര സഭയിൽ ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം തുടങ്ങുവാൻ MV ജോർജ് അച്ഛൻ മുതിർന്നു. അതിന് സമസ്ത അനുഗ്രഹവും ആദ്യ ഗഡുവായി വിളിച്ചു വരുത്തി കൈപ്പറ്റിയിൽ നിന്ന് 100 രൂപ കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടത് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായാണ്. അങ്ങനെയാണ് പുതുപ്പാടി പ്രസ്ഥാനങ്ങളുടെ തുടക്കം. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ കാലം ചെയ്യുന്ന സമയത്ത് എനിക്ക് 9 വയസ്സ് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ 2 സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമുള്ളൂ. ഞങ്ങളുടെ അടുത്ത് കവിയൂർ പള്ളിയുടെ ഒരു കുരിശും തൊട്ടിയുടെ കൂദാശയ്ക്ക് ബഹുമാനപ്പെട്ട ഏലിയാസ് തോമസ് അച്ഛൻ പണി കഴിപ്പിച്ച കുരിശും തൊട്ടിയുടെ കൂദാശയ്ക്ക് പരിശുദ്ധ ഗീവർഗീസ് ബാവ എഴുന്നള്ളി അവിടെ വന്നതും അത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു വലിയ മഹോത്സവമായി മാറിയതാണ് എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ചിത്രം. രണ്ടാമതൊരു വേള ഞങ്ങളുടെ പിതാവ് ദേവലോകത്ത് പരിശുദ്ധ ബാബാ തിരുമേനിയെ കാണിക്കാൻ കൊണ്ടുപോയതും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹം നേടിയതും. മലയാളിയുടെ സുഹൃതം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സാനു മാഷ് മഹാത്മാക്കളെക്കുറിച്ച് ഒരു അനുസ്മരണം നടത്തിയ വേളയിൽ അദ്ദേഹം സൂചിപ്പിച്ചു, സങ്കീർണ സ്വഭാവമുള്ള ഒരു ഗോപുരത്തോടാണ് മഹാത്മാക്കളെ ഉപമിക്കേണ്ടത് എന്ന്. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബായെക്കുറിച്ച് ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ ഞങ്ങളുടെ ഭദ്രാസന പ്രസിദ്ധീകരണത്തിന് നൽകിയ ലേഖനത്തിൽ അച്ഛൻ എഴുതി, ഒരു മഹാമേരുവിനോടാണ് ഗീവർഗീസ് ദിദിയൻ ബാബായെ ഉപമിക്കേണ്ടത് എന്ന്. ഇത് തമ്മിൽ ചില സമാനതകളുണ്ട്. സാനുമാഷ് പറയുന്നു, മഹത്തുക്കളെ, മഹാന്മാക്കളെ സങ്കീർണ സ്വഭാവമുള്ള ഗോപുരങ്ങളോട് ഉപമിക്കണം എന്ന്. കാരണം
ഓരോ വശത്തു നിന്ന് നോക്കുമ്പോൾ ഓരോ ഭാവങ്ങളും രൂപങ്ങളുമാണ് അവരിൽ കാണാൻ കഴിയുന്നത് എന്ന്. വിഭിന്ന വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ വിഭിന്നങ്ങളായ ഭാവങ്ങൾ അവരിൽ കാണാൻ കഴിയുന്നു. അദ്ദേഹം പറയുന്നു, ഈ വിഭിന്ന ഭാവങ്ങളുടെ ആകെത്തുകയാണ് ഗോപുരത്തിൻ്റെ സ്വരൂപം എന്നും അത് എന്തെന്ന് വർണ്ണിക്കുവാൻ പ്രയാസമാണ് എന്നും. സാനു മാസ്റ്ററുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എൻ്റെ അനുഭവം. ഈ മഹാമേരുവിനെ, സങ്കീർണ സ്വഭാവമുള്ള ഈ മഹാഗോപുരത്തെ വർണ്ണിക്കുവാൻ, ഞാൻ വിശദീകരിക്കുവാൻ തികച്ചും അപ്രാപ്തനാണ്. ഈ പിതാക്കന്മാരെ കുറിച്ചുള്ള അനുസ്മരണ നടത്തുമ്പോൾ ഞാൻ നിങ്ങളോടാണോ പറയേണ്ടത്, എന്നോട് തന്നെയാണോ പറയേണ്ടത് എന്നുള്ളതിൽ എനിക്ക് സന്ദേഹമുണ്ട്. ഉദാത്തമായ ദൈവീക അടിത്തറയിലായിരുന്നു ഗീവർഗീസ് ദിദിയൻ ബാവായെ പോലെയുള്ള പിതാക്കന്മാരുടെ ജീവിതവും കർമ്മവും വാക്കും പ്രവൃത്തിയും എല്ലാം പ്രതിഷ്ഠിതമായിരുന്നത്. നിരന്തരമായ ദൈവാനുഭവത്തിലൂടെ വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വെളിച്ചം നുകർന്നവരാണ് ഈ പിതാക്കന്മാരൊക്കെ. അതൊരു നിരന്തരമായ അനുഭവമായിരുന്നു. അവർ വിവേകവും വിജ്ഞാനവും ത്തിൻ്റെയും വെളിച്ചങ്ങൾ പകർന്നത് നിരന്തര ദൈവാനുഭവത്തിലായിരുന്നു. പകർന്ന വെളിച്ചത്തിൽ അവർ നിലനിൽക്കുകയും നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തെ ആ വെളിച്ചത്തിൽ നിലനിർത്തുവാൻ അവർ പ്രതിബദ്ധരായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബാ തിരുമേനിയുടെ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. ഒന്ന്, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു വ്യക്തിയോട് അദ്ദേഹം ചോദിച്ചു, ഞാനിത് കേട്ടിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ രൂപം കണ്ടെന്ന് വരില്ല, എടോ സഭ ആരുടേതാണ്? ദൈവത്തിൻ്റേതാണ് എന്ന് മറുപടി പറഞ്ഞു. ബാബാ തിരുമേനി സ്വീകരിച്ചില്ല. ബാബാ തിരുമേനിയുടേതാണെന്ന് പറഞ്ഞു, അദ്ദേഹം സ്വീകരിച്ചില്ല. ഉത്തരം പറയേണ്ട ആളിന് ഉത്തരമില്ലാതിരുന്നപ്പോൾ ബാബ പഠിപ്പിച്ചു, എടോ പറയണം, സഭ എൻ്റേതാണ്. ഇറ്റ് ഈസ് യുവർ ചർച്ച് ആൻഡ് അവർ ചർച്ച്. ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്ന സഭാ ചേതന എന്ന് പറയുന്നത് 32 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, എൻ്റെ സഭ എന്ന് മനസാക്ഷിയെ വഞ്ചിക്കാതെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് പറയുവാൻ കഴിയുന്ന എല്ലാ തലത്തിലും തരത്തിലും ഉള്ളവരുടെ എണ്ണം ഈ സഭയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഇന്നത്തെ ദുരന്തങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഈ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ചു, we all need to say that the church is my church. എൻ്റെ സഭ എന്ന് പറയുമ്പോൾ അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിലൊരു ലോയൽറ്റി ഉണ്ട്. എവിടെയാണ് സഭാ പ്രതിബദ്ധത? എവിടെയാണ് സഭയോടുള്ള ലോയൽറ്റി? ഈ സഭയിൽ അഭിമാനം കൊള്ളുവാൻ കഴിയുന്ന ഒരു തലമുറ നമുക്ക് നഷ്ടമാകുന്നു. അതുകൊണ്ട് ഇത് വ്യാപകമായി ഞാനിത് പറയുന്നത് സഭാ തീവ്രവാദത്തിനല്ല, സഭാ ഭീകരവാദത്തിനല്ല. ദൈവത്തിൻ്റെ സഭ നമ്മുടെ ഓരോരുത്തരുടെയും സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് സഭയുടെ കൽപ്പനകളും അനുഷ്ഠാനങ്ങളിലും ആത്മാർത്ഥമായി പങ്കുകൊണ്ടുകൊണ്ട് പിതാക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നടക്കുവാനുള്ള ആർജവമാണ് ഈ തലമുറ ഈ കാലഘട്ടത്തിൽ കാണിക്കേണ്ടത്. ഇന്ന് പ്രായോഗികതാവാദം വ്യാപകമായിക്കൊണ്ടിരിക്കുക. ലോകം പ്രായോഗിക ബുദ്ധി ഉള്ളവരുടെയും ജീവിതം ഉപാധികളുടേതും ആയിക്കഴിഞ്ഞു. അവനവന് ശരി എന്ന് തോന്നുന്നത് മാത്രമായിരിക്കണം ശരി എന്നുള്ള നിർബന്ധ ബുദ്ധിയും അവനവന് പ്രയോജനമുള്ളത് മാത്രമാണ് പ്രസക്തം എന്നുള്ള ഈ പ്രായോഗിക വാദത്തിൻ്റെ പ്രേരണ നമ്മുടെ ഈ സമൂഹത്തിൽ മണ്ടരിയുടെ അനുഭവമാണ് വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
രാഷ്ട്രീയ മേഖല എന്നേ പ്രായോഗികവാദത്തിൻ്റെ പുറകെ ആയിക്കഴിഞ്ഞു. അതായിരിക്കരുത് നമ്മുടെ ശൈലി, അതായിരിക്കരുത് നമ്മുടെ മാർഗം. അവിടെയാണ് പരിശുദ്ധനായ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ആത്മീകവും ദൈവികവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുമായ നേതൃത്വത്തിൻ്റെ അനുഭവം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. രണ്ടാമത്, സത്യത്തിൻ്റെ ഉപാസകൻ ആയിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ദിദിയൻ ബാവ. സഭ ഒരു വേള പരാജയപ്പെട്ടപ്പോൾ, കേസിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം സഭാ മക്കളോട് പറഞ്ഞു, സത്യം ജയിക്കും മക്കളെ എന്ന്. വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഒരു സഭ, ഒരു ദൈവ സമൂഹം അതിൻ്റെ പ്രതിസന്ധിയുടെ മുങ്ങിത്താഴാവുന്ന ഒരു സാഹചര്യത്തിൻ്റെ മട്ടയ്ക്ക് നിൽക്കുന്ന സമയത്താണ്, മക്കളെ നിങ്ങൾ തളരരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ പിന്മാറിപ്പോകരുത്, സത്യം ജയിക്കുമെന്ന് ഉദ്ഘോഷിക്കുവാനും ജയിച്ച സത്യത്തിൻ്റെ അനുഭവം അനുഭവിക്കുവാനും ആ പിതാവിന് കഴിഞ്ഞത് തൻ്റെ പരിശുദ്ധിയുടെ ഒരു ലക്ഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. നിർമ്മല ചിത്തനായിരുന്ന, നന്മയിൽ നിറഞ്ഞിരുന്ന ഗീവർഗീസ് ദിദിയൻ ബാവായെക്കുറിച്ചൊരു പാട്ടുണ്ടായിരുന്നു. എനിക്ക് പാടാനുള്ള വരം ദൈവം തന്നിട്ടില്ല. പക്ഷേ പാടിൻ്റെ വരികൾ ഇതുപോലെയാണ്: കർമ്മേൽ മല പോലുന്നതനെ, ഹെർമോനിൻപനി നിർമ്മലനെ. അടുത്ത വാചകം, ഞങ്ങളുടെ ബാവ തിരുമേനി. ഇത് ഈ ഗാനം പാടിയപ്പോൾ ഒരു തലമുറയുടെ രോമകൂപങ്ങൾ എഴുന്നു നിൽക്കുമായിരുന്നു. അവരുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഒരു ഹെർമോൻ മല പോലെ നിന്നു. എല്ലാ കാര്യങ്ങളിലും, സുതാര്യതയിലും, എല്ലാ കാര്യങ്ങളിലും കർമ്മേൽ മല പോൽ ഉന്നതനായിരുന്നു. ഹെർമോനിൻപനി നിർമ്മലനെ, ഞങ്ങളുടെ ബാവ തിരുമേനി. നീണാലും അതോ വാണാലും എന്നറിയില്ല, നീണാൾ അതിമോദം എന്ന്. അത് പാടിയ തലമുറയുടെ കണ്ണുകൾ നിറയുമായിരുന്നു, അവരുടെ രോമാഞ്ചമായിരുന്നു. കാരണം സഭ അവരുടേതായിരുന്നു. എൻ്റെ സഭയെന്ന് പറയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തര ആർദ്ധത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദകത്തിലും ജീവിച്ച പ്രസിദ്ധ ലാബനീസ് കവി, ഗദ്യകവി ഖലീൽ ജിബ്രാൻ നന്മയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മവത്ത നന്മയിൽ നിറയുമ്പോൾ നിങ്ങൾ സാഗര തുല്യമാകും എന്ന്. ഗീവർഗീസ് ദിദിയൻ ബാവ നന്മയിൽ നിറഞ്ഞപ്പോൾ അതൊരു സാഗര തുല്യമായിരുന്നു. പറഞ്ഞു കേട്ടിട്ടുള്ളതാ, ഇരിപ്പിലും നടപ്പിലും ഭാവത്തിലും എടുപ്പിലും എല്ലാം ആ സാഗരത്തിൻ്റെ ആഴവും വ്യാപ്തിയും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം നിലനിർത്തി. ഖലീൽ ജിബ്രാൻ പറയുന്നു, അത് ഒന്നിനും അതിനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. സ്വാർത്ഥമോഹികളുടെ കൊച്ചു വർത്തമാനങ്ങൾക്കോ അധികാരസ്ഥാനികളുടെ അതിരുവിട്ട സ്നേഹപ്രകടനങ്ങളും തിരിച്ചറിയുവാൻ പരിശുദ്ധ ഗീവർഗീസ് ബാവാ തിരുമേനിക്ക് പരിശുദ്ധാത്മാവിൽ കഴിഞ്ഞിരുന്നു. നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്തുവാനും ഉയർത്തേണ്ടതിനെ ഉയർത്തിപ്പിടിക്കുവാനും പ്രതിബദ്ധതയിൽ പരിശുദ്ധ ബാവാ തിരുമേനി ആകമാന ക്രൈസ്തവ സമൂഹത്തിന് മാതൃകയായി ഈ മലങ്കര സഭയെ അതിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഈ മലങ്കരയിൽ അദ്ദേഹം നയിച്ചു, നടത്തി. വീണ്ടും ഖലീൽ ജിബ്രാൻ പറയുന്നു, നിങ്ങളുടെ നന്മ ആത്മവത്തയിൽ നിറയുമ്പോൾ നിങ്ങൾ സൂര്യന് തുല്യമായി തീരുമെന്ന്. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ സൂര്യന് തുല്യനായി ജീവിച്ചത് നന്മയിൽ നിറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഖലീൽ ജിബ്രാൻ വീണ്ടും പറയുന്നുണ്ട്, അത് തുരപ്പൻ എലികളുടെ വഴികൾ അറിയുന്നില്ല, സർപ്പത്തിൻ്റെ മാളങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം പ്രവാചകൻ എന്നുള്ള പുസ്തകത്തിലാണ് പറയുന്നത്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ആ കാലഘട്ടത്തിൽ ലെബാനോനിലും
തുരപ്പൻ എലികൾ ഉണ്ടായിരുന്നു എന്ന്. തുരപ്പൻ എലികൾക്ക് ചൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വത്തിൻ്റെ നടുവിലാണ് മലങ്കര സഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നാം ഓർക്കുക. അതിനുള്ള സർവശക്തിയും ഈ പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗീവർഗീസ് ദിദിയൻ ബാബായെ പോലെയുള്ള, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, പിതാക്കന്മാരെ ലഭിച്ച മലങ്കര സഭയെ നീ ഭാഗ്യവതി. ഒരേ ഒരു ആഗ്രഹം മാത്രം ഈ പ്രൗഢ സദസ്സിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മാരകം, അദ്ദേഹത്തിൻ്റെ നാമം നിലനിൽക്കത്തക്കവണ്ണം മലങ്കര സഭ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ മതിയാകുകയുള്ളൂ എന്ന്. ഇന്നലെ പരിശുദ്ധ ബാബാ തിരുമേനി, പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിന് ഈ ബാബാ തിരുമേനി പ്രസംഗിച്ചു. മലങ്കര സഭയിൽ സഭയായിട്ട് ഓരോരുത്തരെ പരിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത് വൈകി മാത്രമാണ് എന്നും, ജനഹൃദയങ്ങളിൽ പരിശുദ്ധിയുടെ അനുഭവം അനുഭവിച്ചവർ അത് ഏറ്റുവാങ്ങുമ്പോൾ സഭ അതിനൊരു അംഗീകാരം നൽകുന്നു എന്നുള്ളത് ജീവിച്ചിരുന്ന സമയത്തും ജീവിതാനന്തരവും ഇന്ന് പരിശുദ്ധനായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരുമേനിയെ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കുന്നതിൽ മലങ്കര സഭ ഇനി ആമാന്തിക്കരുത് എന്ന് ഒരപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സത്യോപാസകനായി നിർമ്മല ചിത്തനായി നന്മയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ സത്യം ജയിക്കുമെന്ന വിശ്വാസത്തോടെ മോശയുടെ നേതൃത്വ പാഠവത്തോടും അഹ്റോന്റെ പൗരോഹിത്യ ശൈലിയോടും കൂടി വ്രതനിഷ്ഠനും തപോധനനുമായ പരിശുദ്ധനായ ഗീവർഗീസ് ബാബാ തിരുമേനിയുടെ ഒരു വാങ്മയ ചിത്രം ഇവിടെ ഇരിക്കുന്ന ഏവരുടെയും മനസ്സിലേക്ക് സൃഷ്ടിച്ചുകൊണ്ട് ചിന്തോദ്ദീപകമായ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അഭിവന്ദ്യ പിതാവിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആശംസകൾ അർപ്പിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, ബഹുമാനപ്പെട്ട ഡോക്ടർ TJ ജോഷുവാച്ചൻ, ബഹുമാന്യരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരങ്ങളെ, വേദിയും സദസ്സും ഒരുപോലെ കാലിയായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദീർഘമായി ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഘോഷങ്ങൾക്ക് എൻ്റെ എല്ലാ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്നതായ ഒരു രൂപം വളരെ കർക്കശക്കാരനും അടുക്കാൻ പ്രയാസമുള്ളയാളും അങ്ങേയറ്റത്തെ നിഷ്ഠകൾ പാലിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു രൂപം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പെട്ടെന്ന് ചിന്തിക്കാനായിട്ടുള്ളതായ സാധ്യത. സഭയുടെ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുകയും അവ പാലിക്കുകയും ചെയ്യുന്ന കാര്യത്തിലെല്ലാം പരിശുദ്ധ ബാബ തിരുമേനി അതികർക്കശക്കാരനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അങ്ങനെ ഒരു വശം അദ്ദേഹത്തിലുള്ളപ്പോൾ അദ്ദേഹം താഴ്മയുടെ നിറകുടമായിരുന്നു, അങ്ങേയറ്റം സ്നേഹസമ്പന്നനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം ഒരാഘോഷവും ആഗ്രഹിക്കാത്തയാളായിരുന്നു, നടത്താത്തയാളായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം വലിയ ഒരു സ്വീകരണം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സഭയുടെ കേസിൽ ചെറിയ ഒരു പരാജയം നേരിട്ട് സഭാമക്കളെല്ലാം മനസ്സിടിഞ്ഞവരായി പോകുമോ എന്ന് തോന്നുന്നതായ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് സഭാമക്കൾ ചേർന്ന് കൊടുത്ത വലിയ ഒരു സ്വീകരണം കോട്ടയത്തേക്ക് നൽകിയത് അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അത് തൻ്റെ മക്കളിൽ ആത്മവിശ്വാസം ഉളവാക്കുന്നതിന് ആവശ്യമായിരുന്നു എന്ന് കണ്ട ഒരു സാഹചര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ താഴ്മ നമുക്ക് മനസ്സിലാകുന്നത് കാതോലിക്ക സ്ഥാനത്തേക്ക് ഒന്നിലധികം പ്രാവശ്യം വരണമെന്ന് അദ്ദേഹത്തോട് ബാക്കിയുള്ളവരെല്ലാം താഴ്മയോടെ അപേക്ഷിച്ചതാണ്. ഒന്നാം കാതോലിക്കായെ വാഴിച്ച അവസരത്തിൽ തന്നെ ഗ്രിഗോറിയോസ് തിരുമേനി പലരുടെയും മനസ്സിലുണ്ടായിരുന്നു കാതോലിക്ക സ്ഥാനത്തേക്ക് വരണമെന്നുള്ള നിലയിൽ. രണ്ടാം കാതോലിക്കായെ വാഴിച്ച അവസരത്തിലും അദ്ദേഹത്തിൻ്റെ പേര് പ്രസ്താവിക്കപ്പെട്ടതാണ്. എങ്കിലും ആ അവസരത്തിലെല്ലാം താഴ്മയോടെ തന്നേക്കാൾ മുതിർന്നവരും ശ്രേഷ്ഠരുമായിട്ടുള്ള വ്യക്തികൾ മുമ്പിൽ നിൽക്കുന്നു, യാതൊരു കാരണവശാലും ഞാൻ ഈ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് താഴ്മയോടെ മാറിക്കൊടുത്തയാളാണ്. അത്രമാത്രം താഴ്മയുടെ നിറകുടമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സ്നേഹസമ്പന്നനായിരുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ പിതാവ് കുറേയൊക്കെയും ആ സ്നേഹം ആസ്വദിച്ചറിഞ്ഞിട്ടുള്ളയാളാണ്. ഇവിടെ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ ആ കാര്യം പ്രത്യേകമായിട്ട് പറയുകയായിരുന്നു. ജോഷുവാച്ചനും പരിശുദ്ധ പിതാവിനോടൊപ്പം ദീർഘകാലം ഷമ്മാശനായി പ്രവർത്തിച്ചയാളാണ്. എൻ്റെ പിതാവ് ആണ്ടുതക്സ എന്ന് പറയുന്നതായ പുസ്തകം, അതായത് നമ്മളെല്ലാം പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഉപയോഗിക്കുന്നതായ ക്രമങ്ങളുടെ പുസ്തകം, അത് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ഗീതങ്ങളും വായനകളും ഒക്കെ ആയിട്ട് തർജ്ജമ ചെയ്തു. അന്ന് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കാഴ്ചപ്പാടനുസരിച്ച് സുറിയാനിയിൽ നിന്ന് യാതൊന്നും മലയാളത്തിലേക്ക് ആക്കുന്നത് അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. പത്രോസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി അദ്ദേഹം ഷമ്മാശനായിരുന്നപ്പോൾ കുർബാന തക്സ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ബാവായുടെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ കിട്ടിയതായ പ്രതികരണം ഒരൊറ്റ ഏറായിരുന്നു. താൻ എന്ത് അസഭ്യമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. മലയാളത്തിൽ ചൊല്ലാം, പക്ഷേ വൈദികരെല്ലാം സുറിയാനി നല്ലവണ്ണം പഠിച്ച് സുറിയാനിയിൽ എഴുതിയിരിക്കുന്നതായ പുസ്തകങ്ങളിൽ നോക്കി അപ്പോഴപ്പോൾ മലയാളത്തിലേക്ക് ഓരോരുത്തർക്കും തർജ്ജമ ചെയ്ത് മലയാളം പറയുന്നതിന് വിരോധമില്ല. പക്ഷേ മലയാളത്തിൽ അച്ചടിക്കുന്നത് പാപമായിട്ട് കുർബാന തക്സായെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ചിരുന്ന കാലമാണ്. അപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ആണ്ട് തക്സ പുസ്തകവും കൂടെ മലയാളത്തിൽ കൊണ്ടുചെല്ലുന്നത്. തിരുമേനി നോക്കിയാലും ഇതിലെ ഗാനങ്ങളെല്ലാം സുറിയാനി രീതി അനുസരിച്ച് ചൊല്ലാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു, അതുപോലെ എല്ലാം തർജ്ജമ ചെയ്തിരിക്കുന്നു. ഇത് ഏറാണോ വരുന്നത്, അഭിനന്ദനമാണോ വരുന്നത് എന്നൊന്നും അറിയാതെ പേടിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് പിതാവെല്ലാം നോക്കി പാട്ടുകളൊക്കെ പാടാൻ പറ്റുമോ എന്ന് അല്പം ഒന്ന് ശ്രമിച്ചതിന് ശേഷം പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു. ഉടനെ തന്നെ കൂദാശാക്രമങ്ങളും ഇതുപോലെ തന്നെ താൻ തർജ്ജമ ചെയ്യണം എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തി വിട്ടതനുസരിച്ചാണ് കൂദാശാക്രമങ്ങളും തർജ്ജമ ചെയ്തത്. അനേകം അവസരത്തിൽ എൻ്റെ പിതാവിനെ ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളിലും
ഉൾക്കൊള്ളിക്കാവുന്നിടത്തെല്ലാം ഉൾക്കൊള്ളിച്ച് ആ വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളയാളാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കേട്ടുള്ള അറിവ്. സ്നേഹസമ്പന്നനായ ഒരു പിതാവിൻ്റെ രൂപം പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ പരുക്കൻ പ്രതലത്തിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ തുടങ്ങി വെച്ചതായ കാതോലിക്ക ദിനപ്പിരിവ് ഇന്ന് 10 കോടി ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ സഭയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു സ്രോതസ്സായി അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ സമ്മേളനത്തിന് ഇത് സംഘടിപ്പിച്ചവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കോട്ടയം ഭദ്രാസനത്തെ ചിട്ടയോടും നിഷ്ഠയോടും കൂടെ നയിക്കുന്ന മെത്രാസന സെക്രട്ടറി റവറൻ ഫാദർ തോമസ് വർഗീസ് കാവുങ്കലച്ചനെ ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കും. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, മുന്നിയ ജോഷുവാച്ചൻ, കോറപ്പിസ്കോപ്പമാരെ, വൈദിക സഹോദരങ്ങളെ, സഭ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ പ്രതിനിധികളെ, വിവിധ ഇടവകകളിൽ നിന്ന് കോട്ടയം ഭദ്രാസന മാത്രമല്ല സഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസി സമൂഹമേ, വളരെ ഹ്രസ്വമായി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. കോട്ടയം ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു മീറ്റിംഗ്, കാതോലിക്ക ദിനത്തിൻ്റെ സഭാതലത്തിലുള്ള ഒരു മീറ്റിംഗ്, അത് കോട്ടയം ഭദ്രാസനം വെച്ച് നടക്കുവാനും അത് ഗീവർഗീസ് ദിദിയൻ ബാവയുടെ ചരമ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തിരുമേനി സ്ഥാപിച്ച ആ പള്ളിയിൽ വെച്ച് തന്നെ നടത്തുവാനുമൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ കുരിശി ബാവയുടെ ചരമ ജൂബിലി ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കുരിശി വലിയ പള്ളിയിലെയും കുരിശി പുത്തമ്പള്ളിയിലെയും അല്ലെങ്കിൽ ചെറിയ പള്ളിയിലെയും വികാരിമാരും ഒക്കെയായിട്ട് നേരത്തെ നടന്ന ചർച്ചകളിൽ ഈ 2 പള്ളികളിലും എന്തെങ്കിലുമൊക്കെ സമ്മേളനങ്ങൾ നടക്കണം, അത് സഭാതലത്തിലുള്ള സമ്മേളനങ്ങളാകണം എന്നൊക്കെയുമുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞു. അതിൽ ആ രീതിയിൽ ഈ ആഘോഷങ്ങളുടെ ആരംഭം സഭാ തലത്തിൽ വലിയ പള്ളിയിൽ വെച്ച് നടന്നു. ഇന്ന് സഭാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ വെച്ചും ഈ പള്ളിയിൽ വെച്ചും ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുകയാണ്. തീർച്ചയായും സഭാതലത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സമ്മേളനം, ആ സമ്മേളനത്തിന് ആതിഥ്യമരുളുവാൻ തക്കവണ്ണം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അക്ഷീണം അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ ഇടവകയിലെ മുഴുവൻ ആൾക്കാരോടും വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. സഭയുടെ 2 പ്രധാന കാര്യങ്ങളുടെ അശീതിയാണെന്ന് ഓർപ്പിച്ചു. ഒന്ന് സഭ ഭരണഘടനയുടേത്, രണ്ടാമത്തേത് സഭാദിന പിരിവിൻ്റേത്. കോട്ടയം ഭദ്രാസന കാതോലിക്ക ദിന കവർ വിതരണ മീറ്റിങ്ങിൽ വെച്ചും ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെച്ച ടാർജറ്റ് ഇന്നും ടാർജറ്റായിട്ട് മാത്രം നിൽക്കുക. അത് അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അന്ന് പറഞ്ഞതും ഇന്നും കൽപ്പനയിൽ പറയുന്നതും ഒരു ദിവസത്തെ ശരാശരി വരുമാനമാണ്. എങ്കിലും ആലോചിച്ച് നോക്കുക, അന്ന് ഗീവർഗീസ് ദിദിയൻ ബാവ ഈ സഭാ നിധി ശേഖരണത്തിന് വച്ച ലക്ഷ്യം എത്രയോ വലുതായിരുന്നുവെന്ന് നമ്മളിന്ന് ടാർജറ്റിലൂടെ അത് ചെറുതാക്കിക്കൊണ്ടിരിക്കുക. ആ ലക്ഷ്യത്തോട് അവിടം വരെ ഒന്ന് എത്താൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ തിരുമേനിക്കുണ്ടായിരുന്ന ഏതാർജവത്താണ് നമുക്കില്ലാതെ പോകുന്നത്. കുറിച്ചി ബാവയ്ക്കുണ്ടായിരുന്ന ഏതോ ഒരു ആർജവത്വം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ. എങ്കിൽ അന്ന് തിരുമേനി സഭയെക്കുറിച്ച് കണ്ടതും സഭയ്ക്ക് വേണ്ടി ചെലവാക്കണമെന്ന് പറഞ്ഞതും നമ്മുടെ മാനദണ്ഡങ്ങളെക്കാൾ കൂടുതലാണ് എന്ന് മറക്കാതിരിക്കുക. ഇന്നത്തെ നമ്മുടെ മാനദണ്ഡങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നു കുരിശി ബാവായുടെ മാനദണ്ഡം. അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ മാനദണ്ഡങ്ങളെ പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ
അത് ചെറുതാക്കി കൊണ്ടുപോകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ജൂബിലി വർഷത്തിലെങ്കിലും അത് ചെറുതാകാതെ വലുതായി മുന്നോട്ട് പോകാൻ ദൈവം സംഗതിയാക്കട്ടെ. അതിന് നമുക്ക് പ്രവർത്തിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങൾ, കാതോലിക്കേറ്റ് നിധിയും അതോടൊപ്പം സഭാഭരണഘടനയും എത്ര ദീർഘവീക്ഷണമുള്ള ചിന്തകളായിരുന്നു. അതിനോട് കടപിടിക്കത്തക്ക മറ്റൊന്ന് പിന്നീട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റൊരു തലത്തിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരാൻ സഭയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ചരമജൂബിലി ആഘോഷവേളയിൽ ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നത് മറ്റൊരു പൗലൂസ് ദിദിയൻ ബാവായാണ്. തിരുമേനി കോട്ടയം ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും ആൾക്കാർ വരണമെന്നും ഉള്ള കൽപ്പനകൾ നൽകി. അതനുസരിച്ച് കോട്ടയം ഭദ്രാസനത്തിലെ ഇടവകൾ അതിനോട് ആത്മാർത്ഥമായി സഹകരിച്ചു. ഇടയൻ്റെ ആശയത്തോട് ആഗ്രഹത്തോട് അനുകൂലമായി പ്രതികരിക്കുന്ന ഈ ഇടവക ജനങ്ങളോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. കോട്ടയം മെത്രാസനത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ മുന്നോട്ടുള്ള പോക്കിൽ ആവശ്യമായ കൈത്താങ്ങലുകൾ സഭയ്ക്ക് നൽകാൻ എവിടെയും എപ്പോഴും ഇന്ന് നാം പ്രതിജ്ഞയെടുത്തതുപോലെ എൻ്റെ സഭയെന്ന് ഉറക്കെ പറയാൻ, ആ സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന് ഉറക്കെ പറയാൻ, ആ ഉറക്കെ പറച്ചിൽ വെറും വാക്കിലല്ലാതെ പ്രവൃത്തിയിലാകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. അപ്രീസിയേഷൻ ഈസ് ദ ഓയിൽ ഓഫ് ലൈഫ്. സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ വർഷത്തിൽ സഭാവിജ്ഞാനിയും അഖില മലങ്കര 10ാം ക്ലാസ്സിലെ 1ാം റാങ്ക് ജേതാവുമാണ് ഈ ഇടവകാംഗമായ ജൂലിയ തോമസ് തയ്യിൽ. തയ്യിൽ കുടുംബാംഗമായ ഡോക്ടർ TC തോമസിൻ്റെയും പ്രിയ തോമസിൻ്റെയും പുത്രിയായ ജൂലിയ തോമസിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ഉപഹാരം നൽകി ജൂലിയയെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ പിതാവിനോടും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇതൊരു അപൂർവ പുരസ്കാരം നൽകുന്ന മുഹൂർത്തമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിലും 1ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത്, ഒരുമിച്ച് 1ാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകാറില്ല. സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ ഈ വിജ്ഞാനി എന്ന ഒരു വലിയ പദവി കുമാരി ജൂലിയായിക്ക് ലഭിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ 10ാം ക്ലാസ്സിലെ അഖില മലങ്കര അടിസ്ഥാനത്തിലെ 1ാം റാങ്കും ആ കുട്ടിക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ ആധ്യാത്മിക ഭൗതികമായ 2 മണ്ഡലങ്ങളിലും ഈ കുട്ടി വളരെ വലിയ ഒരു മികവ് പുലർത്തുന്നു. ആ കുഞ്ഞിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ പ്രത്യേകമായിട്ട് നേരുകയാണ്. ജൂലിയ മോൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തി സഭയുടെ ഒരു അഭിമാനമായി ഇനിയും തീരട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഉപഹാരം ജൂലിയ മോൾക്ക് സമ്മാനിക്കട്ടെ. ഇന്ന് സഭാദിനം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ അസോസിയേഷൻ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്ത ഏക വൈദികനായിരുന്നു മാളികയിൽ MC കുറിയാക്കോസ് റമ്പാച്ചൻ. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമനസിൻ്റെ ഭരണകാലഘട്ടത്തിൽ വന്ദ്യനായ MC കുറിയാക്കോസ് റമ്പാച്ചനും അന്നത്തെ സഭാസ്ഥാനികളും പ്രാർത്ഥനാപൂർവം ആരംഭിച്ചതാണ് കാതോലിക്ക ദിനശേഖരണം. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബായോടുള്ള പൂർണ്ണ വിധേയത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായി
86 ഭവനങ്ങൾ മാത്രമുള്ള കുറിച്ചി സെയിൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോൺസ് പള്ളിയിലെ ഈ വർഷത്തെ ടാർഗറ്റ് തുകയായ 13,000 എന്നത് ഇരട്ടിയായി സമാഹരിച്ച് 25,000 രൂപ ഈ ഇടവകയുടെ വികാരിയും ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ റവറൻഡ് ഫാദർ കുര്യൻ തോമസ് കരിപ്പാലും കൈക്കാരൻ ശ്രീ തോമസ് കെ കുര്യൻ കുളക്കാട്ടുശ്ശേരിയും ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസിലേക്ക് സമർപ്പണം നടത്തുന്നു. അത് സ്വീകരിക്കണമേ എന്ന് പരിശുദ്ധ തിരുമേനിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കാതോലിക്ക ദിനത്തിൻ്റെ ടാർഗറ്റ് പലപ്പോഴും വളരെ കൂടുതലാണെന്ന് പലരും പറയാറുണ്ട്. 10 കോടി രൂപ പിരിക്കുവാനല്ല ഒരു ഇടവകയോട് പറയുന്നത്. ഒരു സാധാരണ കേരളത്തിലെ ഒരു കുടുംബത്തിൽ നിന്ന് 150 രൂപ തരണമെന്നേ പറയുന്നുള്ളൂ. 150 രൂപ മാത്രം തന്നാൽ മതി. അത് 3 മസാല ദോശ വാങ്ങിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത് 3 എണ്ണം വേണ്ടോ 2 എണ്ണം ആയാലും മതിയെന്ന് തോന്നുന്നു നല്ല ഹോട്ടലാണെന്നുണ്ടെങ്കിൽ. ഇത് 150 രൂപ ഒരു വീട്ടിൽ നിന്ന് തന്നാൽ 10 കോടിയായി. 10 കോടി എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് വെപ്രാളപ്പെടേണ്ട. 10 കോടി എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സ് വ്യാകുലപ്പെടേണ്ടതില്ല. 150 രൂപ നിങ്ങൾ തരണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഈ കുറിച്ച് ഈ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോൺസ് ഇടവക 13,000 രൂപ ടാർഗറ്റ് കൊടുത്തപ്പോൾ 25,000 രൂപയാണ് അവർ ശേഖരിച്ച് തന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് തീർച്ചയായും ഒരു അനുകരണീയമായ ഒരു രീതിയാണ്. ഇതെല്ലാ ഇടവകളിലും ഇങ്ങനെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിന് അഹോരാത്രം കഷ്ടപ്പെട്ടവർ അനവധിയാണ്. അവർക്ക് നേതൃത്വം നൽകിയ ഇടവക വികാരി റവറൻഡ് ഫാദർ കുര്യൻ തോമസ് കരിപ്പാൽ. സന്നിഹിതരായ ഏവർക്കും കൃതജ്ഞത ഇപ്പോൾ രേഖപ്പെടുത്തും. പരിശുദ്ധ ബാബാ തിരുമേനി ഒരു കാര്യം നിർദ്ദേശിച്ചു. നന്ദി ഒത്തിരി വാക്കുകളിലാകരുത്, ഏറ്റവും അധികം സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ക്രമീകരിക്കണമെന്ന് പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗം എല്ലാവർക്കും ഉള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കൈയടിച്ചാലും മതി, സമയം അല്പം കൂടെ ലാഭിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ പറയുകയാണ്. ആദ്യം എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് പരമകാരുണികനായ ദൈവത്തിനാണ്. ഇന്നല്പം കാലാവസ്ഥയൊക്കെ മോശമാവുന്നു എന്ന് തോന്നിയെങ്കിലും ഏറ്റവും പ്രസന്നമായ ഒരു കാലാവസ്ഥയിൽ തന്നെ വലിയ ചൂടൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കൂടി വരാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരി ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഇന്നലെ വരെയും ഈ ദേശമാകെ വരണ്ടുണങ്ങി വളരെയേറെ വെള്ളത്തിന് വിഷമിച്ചിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ തിരുശേഷിപ്പുമായിട്ട് ദേവലോകത്തു നിന്ന് സ്വീകരിച്ചുകൊണ്ട് ചിങ്ങവനത്തെത്തിയപ്പോൾ പെരുമഴ പെയ്തു, അനുഗ്രഹത്തിൻ്റെ പൂമഴ പെയ്തു, ഈ ദേശം മുഴുവൻ കുളിർത്തു എന്നുള്ളതാണ്. ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും മതിയാകുകയില്ല. അത് ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൻ്റെ സർവസ്വമായി നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകിയ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിക്കുള്ള നന്ദി. ഇന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് ഈ ദേവാലയത്തെ നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ ബാബാ തിരുമേനിയുള്ള നന്ദി ഈ സമയം ഹൃദയംഗവുമായിട്ട് ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ ജോലി തിരക്കുകൾക്കിടയിലും ഓടിവന്ന് ആശംസ പറയുവാൻ തക്കവണ്ണം അദ്ദേഹം സമയം കണ്ടെത്തി എന്നതിൽ അദ്ദേഹത്തിനുള്ള നന്ദി അർപ്പിക്കുകയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോർ മലബാർ സഭയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് നൽകി. അതുപോലെ അവൻ തോമസ് കെ ഉമ്മൻ തിരുമേനി, CSI ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരിക്കുന്ന തിരുമേനി, അതുപോലെ നമ്മുടെ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇവരൊക്കെയും നമുക്ക് വളരെയേറെ അനുഗ്രഹകരമായ ദൂതുകൾ നൽകി. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനാണ് ഈ പരിപാടിയുടെ എല്ലാം പേട്ടനായിട്ട് നിന്ന് ഇവിടെ നിന്ന് പ്രവർത്തിച്ചത്. വളരെ അച്ഛൻ്റെ ഒരു നിഷ്ഠയാണ്, നമുക്കറിയാം. സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത്, കൃത്യസമയത്ത് തന്നെ യോഗം ആരംഭിക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ നേതൃത്വം നമ്മളെ സഹായിച്ചു. കൃത്യസമയത്ത് നമ്മുടെ യോഗം അവസാനിക്കുകയുമാണ്. മലങ്കര സഭയുടെ സ്വർണ്ണനാവുകാരനും ഗുരുക്കന്മാരുടെ ഗുരുവുമായ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ജോർജ് ജോസഫ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറിയുടെ തൻ്റെ സാന്നിധ്യം മൂലം ഇവിടെ നമ്മളെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ അച്ഛന് തൻ്റെ അനുഭവ സമ്പത്തുകളിൽ നിന്ന് വളരെ അനുഗ്രഹകരമായി നല്ലൊരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി.
ബഹുമാനപ്പെട്ട കാവുങ്കലച്ചൻ ശ്രേഷ്ഠമായ തൻ്റെ വചനങ്ങൾ കൊണ്ട് ഈ യോഗത്തെ അനുഗ്രഹിച്ചു. അച്ഛൻ്റെ നേതൃത്വം ഇതിൻ്റെ ആദ്യന്തമുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വന്യരായ കോർപ്പീസ്കോപ്പൻ അച്ഛന്മാർ, റമ്പാച്ചന്മാർ, വൈദികർ എല്ലാവരോടും വിവിധ ദേവാലയങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോഗങ്ങളൊക്കെ നടക്കുന്ന സമയമാണെങ്കിലും ഇതിൻ്റെയൊക്കെ സമയം ക്രമീകരിച്ച് ഇവിടെ ഓടിയെത്തിയ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ളതായ ഹൃദയപൂർവ്വമുള്ള നന്ദി അർപ്പിക്കുന്നു. ദേവലോകത്ത് നിന്ന് ബഹുമാനപ്പെട്ട അരമന മാനേജരച്ഛന് ഈ കാര്യങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് തിരുശേഷിപ്പൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെയും അച്ഛൻ്റെ വലിയ നേതൃത്വം നമുക്ക് ലഭിച്ചു. അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ നമ്മളെ ഏറെ സഹായിച്ചു, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഗാനാലാപം നടത്തിയതായ കളപ്പുരയ്ക്കൽ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ളതായ കൊയർ സംഘം മനോഹരമായ പാട്ടുകൾ പാടി അവരോടും ഗാനങ്ങൾ ആലപിച്ചതായ എല്ലാവരോടും, നിമ്മി കുര്യൻ ഉൾപ്പെടെ കുമാരി ജൂലിയ തോമസ് സമ്മാനം ഏറ്റുവാങ്ങി, ജൂലിയ തോമസിനും എല്ലാം ഈ സമയത്ത് നന്ദി അർപ്പിക്കുകയാണ്. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാ വ്യക്തികളോടുമുള്ളതായ നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ച യുവജനങ്ങൾ, കോട്ടയം ഭദ്രാസനത്തിലെ വിവിധ ഇടവുകളിൽ നിന്ന് വളരെ ത്യാഗപൂർവ്വം ഇക്കാര്യത്തിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ഒട്ടും മറക്കാതെ നന്ദി അർപ്പിക്കേണ്ട ഒരു വ്യക്തിയാണ് പ്രൊഫസർ മേരി മാത്യു. ടീച്ചറാണ് ഈ യോഗം കമ്പയർ ചെയ്ത് ഏറ്റവും മനോജ്ഞമായ നിലയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തരും കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും അവതരിപ്പിച്ചത്. അഖിലമലങ്കര സ്ത്രീ സമാജത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ടീച്ചറിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ ആഘോഷ കമ്മിറ്റി 51 അംഗങ്ങളടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. പല അവസരങ്ങളിൽ അഹോരാത്രം ഈ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിനൊക്കെയും അധ്വാനിച്ച എല്ലാ ഇടവക ജനങ്ങളോടും ഇതിനൊരു വേദിയാക്കി ഇതിനെ അനുവദിച്ച സഭയോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാർക്കിംഗ് ക്രമീകരണങ്ങൾ 3-4 സ്ഥലങ്ങളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ഇടവകയോട് സഹകരിച്ചുകൊണ്ട് നൽകി. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഏറ്റവും ഭംഗിയായിട്ട് ക്രമപ്പെടുത്തി. പന്തലും സ്റ്റേജും ഒക്കെ ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ, നല്ല നിലയിൽ അതും ചിട്ടപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഈ കുറിച്ചി വലിയ പള്ളി, വിശുദ്ധ ബാവാതിരുമേനിയുടെ മാതൃ ഇടവകയായ കുറിച്ചി വലിയ പള്ളിയിലും പുതുപ്പള്ളി പള്ളിയിലും ഒക്കെയും തിരുശേഷിപ്പിന് സ്വീകരണം നൽകി. അവിടെ നിന്നൊക്കെ എല്ലാവരും വന്ന് സംബന്ധിച്ചു. എല്ലാവരോടും ഹൃദയപൂർവ്വമുള്ളതായ നന്ദി അർപ്പിക്കുകയാണ്. ആർക്കെങ്കിലും നന്ദി അർപ്പിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പരിശുദ്ധ ഗീവർഗീസ് തിതിയൻ ബാവ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു ജീവിക്കുന്ന പരിശുദ്ധനാണ്. പരിശുദ്ധ സഭയും അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്നുള്ള നിറഞ്ഞ പ്രത്യാശയോടുകൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും കാതോലിക്ക മംഗളഗാനം, അതിനെ തുടർന്ന് പരിശുദ്ധ ബാബ തിരുമനസ് ആശീർവാദം നടത്തുന്നതും യോഗം ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതുമായി. Amor
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നവന്നേക്കും ഉണ്ടായിരിക്കട്ടെ.